ഇന്ന് കർത്താവ് എവിടെയാണ് ആയിരിക്കുന്നത്? നമ്മുടെ മധ്യത്തിൽ കർത്താവുണ്ട്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മധ്യത്തിൽ ഉള്ളതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അത് നിങ്ങളുടെ അകത്തിരിക്കുകയാണ്. എല്ലാവരും പറയും, എൻ്റെ ഉള്ളിൽ യേശു ഇരിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മുടെ അകത്തിരിക്കുന്ന കർത്താവിനെ തിരിച്ചറിയാതെ ഈ കർത്താവിനെ അന്വേഷിച്ച് നടക്കുന്നവരാണ് ഈ ലോകത്തുള്ള എല്ലാവരും. ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ അകത്ത് കർത്താവ് ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ ഒരു കസ്തൂരിമാൻ, അതിൻ്റെ സുഗന്ധം എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാൻ വേണ്ടി കസ്തൂരിമാൻ എന്ത് ചെയ്യുന്നു? അന്വേഷിച്ച് നടക്കുക. ഇത് എവിടെ നിന്നായി മണം? ഭയങ്കര സുഗന്ധം, ഇത് എവിടെ നിന്നാണ്? പക്ഷേ ആ മാനിന് അറിയത്തില്ല ആ മാനിൻ്റെ ശരീരത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നതെന്ന്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അകത്ത് സുഗന്ധപൂർണമായി യേശു ഇരിക്കുന്നു. പക്ഷേ നമ്മൾ ഓരോ നാളും പാസ്റ്റർമാരിൽ അന്വേഷിക്കുന്നു. ആ പാസ്റ്ററിൻ്റെ അകത്ത് നിന്ന് വല്ലതും കിട്ടുമോ? ആ ചർച്ചിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വല്ലതും കിട്ടുമോ? അപ്പോൾ നമ്മളെല്ലാവരുടെയും അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയാണ് കർത്താവ്? എവിടെ നിന്നാണ് ഈ സുഗന്ധം? എവിടെ നിന്ന് നന്മ കിട്ടും? എവിടെ നിന്ന് വിടുതൽ കിട്ടും? പക്ഷേ ദൈവം പറയുന്നു, നിങ്ങളുടെ അകത്ത് കർത്താവ് ഇരിക്കുന്നു. പൗലോസ് പറഞ്ഞ ഏറ്റവും വലിയ വെളിപ്പാടാണ്, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വെളിപ്പാട് ജാതികൾക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കാനിടയായി. നമ്മൾ ആരാണ്? ജാതികളാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന് കാരണം ആ വലിയ വെളിപ്പാട് കിട്ടിയതുകൊണ്ടാണ്. യേശു കർത്താവ് നമ്മുടെ അകത്തിരിക്കുകയാണ്. ഒരു ദിവസം അതിരാവിലെ കർത്താവിനെ ക്രൂശിച്ചതിന് ശേഷം കർത്താവിനെ എടുത്ത് ആ കല്ലറയ്ക്കകത്ത് വെച്ചു. കല്ലറയ്ക്കകത്ത് വെച്ചു. മൂന്നാമത്തെ ദിവസമായപ്പോൾ ഒരു കൂട്ടം സഹോദരിമാർ അതിരാവിലെ എഴുന്നേറ്റു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞതാണ്, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേക്കുമെന്ന്. പക്ഷേ കൂടെ നടക്കുന്നുവെങ്കിലും വിശ്വാസം എന്ന് പറയുന്നത് 7 അകലത്തൂടെ പോയിട്ടില്ലാത്ത ഈ ആൾക്കാർ രാവിലെ സുഗന്ധം പൂശാൻ തൈലവുമായിട്ട് എന്ത് ചെയ്യാണ്? കല്ലറയ്ക്കകത്ത് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഓൾറെഡി കർത്താവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ വിശ്വാസ വീരയായ മറിയ സുഗന്ധ തൈലം പൂശിക്കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ, മരിച്ചതിന് ശേഷമല്ല, മരിക്കുന്നതിന് മുമ്പ് തന്നെ ആ സുഗന്ധ തൈലം കർത്താവിൻ്റെ ശരീരത്തിലായി കഴിഞ്ഞു. അപ്പോൾ ഈ സഹോദരിമാര് അതിരാവിലെ എഴുന്നേറ്റ് ആ കല്ലറയുടെ മുമ്പിൽ പോയപ്പോൾ അവിടെ കർത്താവിനെ കാണാനില്ല. അവൻ ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഒരുപാട് കല്ലറകളുണ്ട്. അബ്രഹാമിൻ്റെ കല്ലറയും സാറയുടെയും യോസേഫിൻ്റെയും യാക്കോബിൻ്റെയും കല്ലറകളുടെ വലിയൊരു നീണ്ട നിര തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന 2 കല്ലറയാണ്. ഒന്ന് ലാസറിൻ്റെ കല്ലറയും, 2 കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കല്ലറയും. ഇത് രണ്ടും വളരെ ചരിത്ര പ്രസിദ്ധമായ കല്ലറകളാണ്. രണ്ടും വ്യത്യസ്തമായ രീതിയിലുള്ള ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ 2 കല്ലറകളുടെ മുമ്പിൽ ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ ആ കല്ലറകളുടെ മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുകളോട് നമ്മളൊന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കല്ലുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ആ 2 കല്ലുകൾക്കും വ്യത്യസ്തമായ പല കാര്യങ്ങൾ പറയാനുണ്ട്. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നമ്മൾ ചെന്ന് ആ കല്ലറയുടെ മുമ്പിലിരിക്കുന്ന കല്ലിനോട് ചോദിച്ചാൽ ആ കല്ല് പറയുന്ന ചരിത്രങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന വ്യക്തിയുടെ വീട്ടിൽ സ്ഥിരമായി കർത്താവ് പോകുമായിരുന്നു. കർത്താവ് നിത്യസന്ദർശകനായ ഒരു വീട്ടിലെ പയ്യൻ, ഇപ്പോൾ ചെറുപ്പക്കാരനായവൻ മരിച്ചു കിടക്കുകയാണ്. ആ ബെഥാനിയ എന്ന് പറയുന്ന ദേശത്തിലൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു പ്രായമാകുമ്പോൾ പുരുഷന്മാരെല്ലാം മരിക്കുന്ന ഒരു ശാപം ആ ദേശത്തെ പിടികൂടിയിരിക്കുകയാണ്. ഇപ്പോൾ കല്ലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു നാണക്കേടാണ്. നാണം മറയ്ക്കാനാണ് ഈ കല്ല് ഫ്രണ്ടിലിരിക്കുന്നത്. നാറ്റം മറയ്ക്കാനാണ്, അപമാനം മറയ്ക്കാനാണ്, നാണം മറയ്ക്കാനാണ്. ഈ കല്ലിന് പ്രത്യേകിച്ച് പ്രത്യാശയൊന്നുമില്ല. കാരണം ഈ മരിച്ചു കിടക്കുന്നവൻ ലോകപ്രകാരം നോക്കുമ്പോൾ ഇന്ന് വരെ മരിച്ചവരാരും എഴുന്നേറ്റ് വന്നിട്ട് ചരിത്രമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിരന്തരമായി നിത്യസന്ദർശകനായ യേശുക്രിസ്തു നിത്യമായി സന്ദർശിച്ച ഒരു ഭവനത്തിൽ യൗവനക്കാരൻ ഒരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്നൊരു രോഗം വന്ന് നൊടിയുടെ നേരം കൊണ്ട് മരണം സംഭവിച്ചു. അതൊരു വലിയ അപമാനകരമായൊരു കാര്യമായി ദേശത്തിലുള്ളവർ പറഞ്ഞ് അത് ആ മരണ വീട്ടിനകത്ത് മറിയയും
മാർത്തയൊക്കെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കല്ല് പറയുകയാണ്, ഒരു നാണക്കേടായി പോയി, ഒരു അപമാനമായി പോയി. ബൈബിളും എടുത്തുകൊണ്ട് നടന്നതാ. നിത്യമായി പാഷന്മാർ വന്നുകൊണ്ടിരുന്ന വീടാ, ആരാധിച്ചുകൊണ്ടിരുന്ന വീടാ. കർത്താവ് പലപ്പോഴും ഈ ലാസറിനെ നോക്കി ഒരുപാട് ദൂത് പറഞ്ഞിട്ടുണ്ട്. പ്രവചനമൊക്കെ കള്ളമാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുക. പ്രൈസലോ. കല്ലങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതേസമയം മറ്റൊരു കല്ല്, യേശു കർത്താവിൻ്റെ കല്ലറയുടെ മുമ്പിൽ ഒരു കല്ല് ഉണ്ട്. അതുമാത്രമല്ല, ലോകത്ത് ഒരു കല്ലറയുടെ മുമ്പിലും ഇല്ലാത്തതെല്ലാം അവിടെ ഉണ്ട്. പ്രൈസലോ. സൈന്യമുണ്ട്, ഒരു വലിയ സൈന്യം. റോമ സാമ്രാജ്യത്തിനെ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമ സാമ്രാജ്യത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സൈന്യമുണ്ട്. ആ കല്ലിൻ്റെ മുമ്പിൽ വലിയൊരു മുദ്രയുണ്ട്. ഒരു മനുഷ്യനെ ഉരുട്ടി വയ്ക്കാൻ പറ്റാത്ത അത്ര വലിപ്പത്തിലുള്ളൊരു കല്ല് അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കല്ലിനോട് ചോദിച്ച കല്ല് പറയും, ഇത് നാണക്കേടിൻ്റെ ഒരു സംഭവമല്ല, ഇത് അപമാനത്തിൻ്റെ ഒരു സംഭവമല്ല. ഈ പുള്ളി ഒരിക്കലും പുറത്ത് വരാതിരിക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴേ ഒരു കാര്യം പറഞ്ഞു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും, ഒരു മരണപാശങ്ങൾക്കും എന്നെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് സകല സാമ്രാജ്യത്വ ശക്തികളും ഒരുമിച്ച് ഈ പുള്ളി വരാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ട് കല്ലുകൾക്കും വ്യത്യസ്തമായ അഭിപ്രായമാണ് ഇവിടെ പറയുവാനുള്ളത്. ഒന്ന്, ഒരിക്കലും പുറത്തു വരത്തില്ല, അപമാനത്തെയും നാണത്തെയും നാറ്റത്തെയും മറയ്ക്കുന്ന ഒരു കല്ലാണെങ്കിൽ, മറ്റൊരു കല്ല് ഒരിക്കലും ഈ വ്യക്തി പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഭയത്തോടെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു കല്ലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകല് വാഗ്ദത്തമുള്ളവന് മരണമില്ല, ദൂതുള്ളവന് മരണമില്ല. ഒരിക്കലും വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല. ഇന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള സകല വാഗ്ദത്തങ്ങളും വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കുമോ? വാഗ്ദത്തങ്ങൾ മരിക്കുന്നില്ല, വാഗ്ദത്തങ്ങൾക്ക് മരണമില്ല. വാഗ്ദത്തം നീ കേട്ടിട്ടുണ്ടെങ്കിൽ, വാഗ്ദത്തം നിന്റെ വീട്ടിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് മരണം വിതയ്ക്കുന്നതല്ല, മരിക്കുന്നതല്ല, അത് തകരുന്നതല്ല, അത് നശിക്കുന്നതല്ല. ഇത് മരണത്തിന്റെ അനുഭവമല്ല, ഇത് നാറുന്ന അനുഭവമല്ല. ഹല്ലേലൂയ. കർത്താവ് പറയുക, വാഗ്ദത്തത്തിന് മരണമില്ല. ദൂതുകൾ കേട്ടിട്ടുള്ളവർ മാത്രം ഇന്ന് പകല് എന്തെങ്കിലും ഒരു വാഗ്ദത്തം നിന്നെ നോക്കി ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരെ നോക്കി ആത്മാവിൽ ഞാൻ ശക്തമായി ഒരു ഉറപ്പ് തരികയാണ്, നീ കേട്ടിട്ടുള്ള വാഗ്ദത്തം അത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോയ, അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോയ, നീ അത് കാണാൻ പോകുന്നു. ഒരു കല്ലുകൾക്കും ഒരു സൈന്യങ്ങൾക്കും ഒരു മുദ്രകൾക്കും നിന്നെ അകത്തളങ്ങളിൽ ഒതുക്കാൻ സാധിക്കത്തില്ല. ഇന്ന് പകൽ നീ അതിനകത്ത് നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച്, വാഗ്ദത്തങ്ങൾക്ക് മരണമില്ല, വാഗ്ദത്തങ്ങൾക്ക് മരണമില്ല. പ്രാപിക്കുക യേശുവിന്റെ നാമത്തിൽ. വാഗ്ദത്തം ഉള്ളവർ മാത്രം കരങ്ങളടിച്ച് പ്രാപിച്ചോ. ദൂത് കേട്ടിട്ടുള്ളവർ ഇന്ന് വരെ നിന്റെ ജീവിതത്തിനകത്ത് വാഗ്ദത്തവും ദൂതും വെളിപ്പെട്ട് വരാതിരിക്കുകയാണെങ്കിൽ, നീ പറയുകയാണ്, എന്നെ മൂടി മറച്ച് ചില കല്ലുകൾ എന്റെ മുമ്പിലുണ്ടെന്ന് നീ പറയുകയാണെങ്കിൽ, ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ഒരു കല്ലുകൾക്കും ഒരു സൈന്യങ്ങൾക്കും ഒരു മുദ്രകൾക്കും നിന്നെ അകത്തളങ്ങളിൽ ഒതുക്കാൻ പറ്റത്തില്ല. നീ പുറത്തു വരാൻ പോയാൽ, നീ പുറത്തു വരാൻ പോയാൽ, നീ പുറത്തു വരാൻ പോകുന്നു, നീ പുറത്തു വരാൻ പോകുന്നു, നീ പുറത്തു വരാൻ പോകുന്നു, നീ പുറത്തു വരാൻ പോയ. ഹല്ലേലൂയ, ജീസസ് നെയിം. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു കരം കൊടുത്ത് പറഞ്ഞാട്ടെ, നീ പുറത്തു വരാൻ പോവുക. ഹല്ലേലൂയ. നീ പുറത്ത് വന്നിരിക്കും. കർത്താവ് എന്നോട് പറയുക, ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഇന്ന് ദൂത് പറയുവാൻ പരിശുദ്ധാത്മാവ് തന്ന വാഗ്ദത്ത ദൂതാണെന്ന്, നിന്നോടുള്ള ദൂതാണ്. നീ കേൾക്കുന്ന ഈ ദൂതിന് ജീവനുണ്ട്, അത് നിന്റെ അകത്ത് വ്യാപരിക്കാൻ പോവുകയാണ്. ഈ ദൂത് നീ കേട്ട് നീ മടങ്ങി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഈ ദൂത് നിന്റെ ലൈഫിൽ വെളിപ്പെട്ട് വരും. അത് നിന്റെ ജീവിതത്തിൽ ജീവനായി വെളിപ്പെടാൻ പോകുന്നു. ദൈവാത്മാ പറയുക, ചിലരൊക്കെ പുറത്തു വരാൻ പോകുന്നു. ചിലരുടെയൊക്കെ ഭാവിയെ തടഞ്ഞു വെച്ച ചിലതിനെ ഇന്ന് പകൽ ദൈവം വെട്ടിമാറ്റാൻ പോയ. ഒരു വലിയ ഭൂകമ്പം വെളിപ്പെടാൻ പോയ, ഒരു വലിയ ഭൂകമ്പം പോലെ ദൈവം പറയുന്നു, നീ പുറത്തു വരുന്നത് ഹല്ലേലൂയ ഭൂമിയെ ചലിപ്പിക്കാൻ പോകുന്നു.
ജനത്തെ ഞെട്ടിപ്പിക്കാൻ പോകുന്നു, ശത്രുക്കളെ ലജ്ജിപ്പിക്കാൻ പോകുന്നു. കാരണം ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ നിന്നെ അകത്തളങ്ങളിൽ ഒതുക്കിയവർ ഭയപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരു വലിയ ദൈവ പ്രവൃത്തി ഈ സീസണിൽ നിന്റെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോയ. ഹല്ലേലൂയ. ഒരു മേജർ ഷിഫ്റ്റിംഗ് നടക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ മേജർ ഷിഫ്റ്റിങ്ങിന് മുമ്പ് ഒരു സൈലന്റ് ഒരു പീരീഡ് ഉണ്ടാകും. ഏകദേശം 400 വർഷത്തോളം ഒരു സൈലന്റ് പീരീഡിനകത്ത് ഒരു പ്രവാചകന്മാരോ ദൂതുകളോ ഒന്നും ഇല്ലാതെ ഒരു 400 വർഷം കഴിഞ്ഞു പോയപ്പോഴാണ് അടുത്തൊരു വലിയ പൊട്ടിത്തെറിയും. അവിടെ കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. ഇത് എഴുതിയ പ്രവാചകന്റെ പുസ്തകം വായിച്ച് അതിനെ പകർത്തി എഴുതിക്കൊണ്ടിരുന്ന മറ്റൊരു പ്രവാചകനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഇത് വായിച്ചപ്പോൾ ആ മനുഷ്യൻ അന്ന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പകർത്തി എഴുതുന്ന ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ പകർത്തി എഴുതിക്കൊണ്ടിരുന്ന ശിമോൻ എന്ന് പറയുന്ന വ്യക്തി ആലയത്തിനകത്തിരുന്നത് പകർത്തി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അതിനകത്ത് പ്രവാചകൻ ദൂത് പറഞ്ഞിരിക്കുകയാണ്, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ഇത് വന്നപ്പോൾ അയാളുടെ കണ്ണുകൾ അതിൽ ഉടക്കി. അവിടെ ഒന്ന് നിന്നിട്ട് പറഞ്ഞു, ഇതുവരെ വായിച്ചതൊക്കെ ഓക്കെ, പക്ഷേ ഇത് വല്ലതും നടക്കുന്ന കാര്യമാണ്. അപ്പോഴൊരു അശരീരി പോലൊരു ശബ്ദം കേട്ടു, നീ കാണുന്നത് വരെ മരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൊണ്ട് ഇത് കാണുന്നത് വരെ നിനക്ക് മരണമില്ല. അയാൾക്ക് മരണമില്ല. എല്ലാ ദിവസവും രാവും പകലും ഇല്ലാതെ ഓടി നടക്കുകയാണ് ആലയത്തില്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നോ ഒരിക്കൽ സംശയിച്ചു പോയതാ. ഇപ്പോൾ ദൈവം പറയാം, നീ കാണുന്നത് വരെ, നീ അത് കൈകൊണ്ട് എടുക്കുന്നത് വരെ നിനക്ക് മരണമില്ല. കർത്താവ് പറയുക, ഇന്ന് നീ അവിശ്വസിക്കുകയാണ് പലതും. ഇതിനകത്തിരുന്ന് സാറയെ പോലെ നീ ചിരിക്കുകയാണ് പല ദൂത് കേൾക്കുമ്പോൾ. എന്നാൽ ആത്മാ പറയുന്നു, നിന്റെ മേൽ ആ വാഗ്ദത്തം വെളിപ്പെടുന്നത് വരെ നീ മരിക്കത്തില്ല. നീ ആ വാഗ്ദത്തങ്ങളെ കരം കൊണ്ട് എടുക്കാൻ പോവുക. നീ വാഗ്ദത്തങ്ങളെ ഉയർത്താൻ പോവുക. അത് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരാൻ പോവുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വലിയൊരു സൈലന്റ് പീരീഡ് കഴിഞ്ഞിട്ടാണ് കർത്താവിന്റെ ജനനം തന്നെ. അതും അവിശ്വസനീയമായ രീതിയിൽ. ഏത് കാര്യവും ദൈവം ചെയ്യുന്നത് വിശ്വാസയോഗ്യമായ രീതിയിലായിരിക്കത്തില്ല. നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവിശ്വസനീയമായ നിലവാരങ്ങളിൽ ചില സൂപ്പർ നാച്ചുറലുകൾ ചെയ്യാനാണ് ഇന്ന് നീ ഇതിനകത്ത് വന്നിരിക്കുന്നത്. നിന്നെക്കൊണ്ട് സാധിക്കുന്നതും നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തതും ചെയ്യാൻ നിനക്ക് തന്നെ സാധിക്കും. പക്ഷേ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ചെയ്യാനാണ് എൻ്റെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. സാഹചര്യങ്ങൾ ചിലപ്പോൾ പ്രതികൂലമായിരിക്കാം, സാഹചര്യങ്ങളെല്ലാം നെഗറ്റീവായിരിക്കാം. പക്ഷേ ദൈവം നിന്നോട് പറയുന്ന ദൂത് സൂപ്പർ നാച്ചുറലാ. അത് വിശ്വസിക്കാൻ സാധിക്കാത്ത ദൂത. ഒരിക്കലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തത് ദൈവം പറയാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകല് അങ്ങനെ ചില ദൂതുകൾ നിന്റെ കാതിൽ കേൾക്കാൻ പോവുകയാണ്. അത് ചെയ്തെടുക്കാൻ ശക്തനായ ഒരു ദൈവം ഇതിനകത്ത് ഇന്ന് പകല് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ ജനനം വരെ അവിശ്വസനീയമായ ദൈവിക ദൂതുകളുടെ ഒരു വലിയ അകമ്പടിയോടുകൂടി ജനിച്ച ആളാണ് കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ദൈവം പറഞ്ഞ അവിശ്വസനീയമായ മറ്റൊരു പ്രവചന ദൂത് പുള്ളി തന്നെ പറഞ്ഞതാണ്, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും. ഹല്ലേലൂയ. അത് കൂടെ ഉള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എപ്പോഴും അങ്ങനെയാണ്, അന്നും ഇന്നും. നമ്മളൊക്കെ എത്ര ഘോര ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടി പ്രസംഗിച്ചാലും ദൂത് പറഞ്ഞാലും പ്രസംഗിച്ചാലും എന്തൊക്കെ ചെയ്താലും അതെല്ലാം കേട്ട് മരവിച്ച മനസ്സുമായിരിക്കുന്ന ഒരു കൂട്ടം പേരുണ്ട്. എന്നാൽ അതിനെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന മറ്റൊരു കൂട്ടമുണ്ട്. ഹല്ലേലൂയ. 2 കൂട്ടം എല്ലാ ക്രൗഡിനകത്തും കാണും. ഏത് ജനക്കൂട്ടത്തിനകത്തും 2 കൂട്ടം പേര് കാണും. ഇടയ്ക്ക് ഇറങ്ങിപ്പോകുന്നവർ കാണും. ഹല്ലേലൂയ. ചിലരെ വിശ്വസിക്കുന്നവർ കാണും. ചില ആൾക്കാർ അത് കേട്ടാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ കഠിനമായി മനസ്സുമായിട്ട് ഇരിക്കുന്നവർ കാണും. ചിലരതിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നവർ കാണും. അങ്ങനെയുള്ള പല കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഇടയിലാണ് ശുശ്രൂഷകന്മാർ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ ഇറങ്ങിപ്പോകേണ്ടത് നമ്മളാണ്. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ നമ്മുടെ ദൗത്യമായതുകൊണ്ട്
ഈ ഇരിക്കുന്ന ജനത്തെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും, എടാ നീ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ പറയ നിന്റെ ജോലിയാ, നീ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. കാരണം നോഹയെ നീ നോക്കാൻ പറയും. നോഹയെ നോക്ക്. ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മുഴുവനും എതിരായി നിൽക്കുന്ന ഒരു കാലഘട്ടം, ഒരു തലമുറകളുടെ മുമ്പിൽ പുറംതിരിഞ്ഞു നിന്ന് ഒറ്റയ്ക്ക് നിന്ന് 120 വർഷം സുവിശേഷം പറഞ്ഞപ്പോൾ ഒറ്റ മനുഷ്യൻ കൈയടിക്കാൻ പുറകിലില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന നോഹ അത് വെളിപ്പെട്ട് കാണുന്നത് കണ്ടെങ്കിൽ ഇന്ന് പകല് ശുശ്രൂഷകന്മാര് ശുശ്രൂഷിക്കുമ്പോൾ അവർ വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കൂട്ടം പേര് പുറകിൽ നിന്ന് കൈയടിക്കാനില്ലെങ്കിലും അത് വിശ്വസിക്കാൻ ആളില്ലെങ്കിലും ഇന്ന് പകല് ദൈവമേൽപ്പിച്ച ദൗത്യം നിറവടിയായി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു ശുശ്രൂഷകനായ നിന്റെ ദൗത്യം. ഇന്ന് പകൽ അത് കേൾക്കുന്നവർ കാണാം, വിശ്വസിക്കുന്നവർ കാണാം, കൈയടിക്കുന്നവർ കാണാം, കൈയടിക്കാത്തവർ കാണാം. എന്നാൽ ഇന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ പറയുന്ന ഈ ജീവനുള്ള ദൈവം അവൻ വീണ്ടും വരും, അവൻ വീണ്ടും മടങ്ങി വരും. വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും അവിശ്വസിക്കുന്നവനും എതിര് നിൽക്കുന്നവനെയും ന്യായം വിധിച്ച് അവനവനുള്ളത് കൊടുക്കാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവം അവൻ മേഘാരുടനായി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പ്രത്യേക സംഭവം. ഈ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കാര്യമാണ്. അത് വിശ്വസിക്കുന്നവന് മാത്രമേ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസമില്ലാത്തവൻ വായും തുറന്ന് ഇരിക്കാന്നുള്ളതല്ലാതെ ഒരു നന്മയും കാണത്തില്ല. ജീവിതം മരണം വരെ അവൻ ഇങ്ങനെ ഇരിക്കും. എത്രയോ എണ്ണം ചർച്ചകളിൽ പോകുന്നു, എത്രയോ പേര് അവസാനം മരണ ശുശ്രൂഷയാകുമ്പോൾ മാത്രം ഭാഷന്മാർ ചെന്ന് അടക്കുന്നു പോരുന്നു. അയാൾക്ക് വിധിച്ചിട്ടുള്ള ഈ അടക്ക ശുശ്രൂഷ മാത്രമായിരിക്കും. പക്ഷേ എന്നാൽ ചിലരുണ്ട് വാഗ്ദത്വവും ദൂതും കേട്ട് പറക്കാൻ നിവൃത്തിയില്ലാതെ ചിറകില്ലാതെ സഭയ്ക്കകത്ത് കയറി വരുന്ന ചിലര് ദൈവത്തിന്റെ പണിപ്പുരയ്ക്കകത്ത് കയറുമ്പോൾ ദൈവം അവരെ പണിത് അവരെ പറക്കുന്ന നിലവാരങ്ങളിൽ ഹല്ലേലൂയാക്കും. അതാണ് സഭ. ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സഭയെ പണിയും. ഇന്ന് പകൽ പണിയപ്പെടാൻ നീ തയ്യാറാണോ? പണിയുന്ന ആശാരി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വെട്ടിയിട്ട തടിയെ കട്ടിലാക്കുന്ന മേശയാക്കുന്ന ഒരു തച്ചന്റെ മകൻ ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട്. വീട് കിടക്കുന്നവനെ വെട്ടിയിട്ടവരെ മനോഹരമായ ചിലതാക്കി മാറ്റാൻ എന്റെ ദൈവം ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ ആത്മാവിലൊരു ചോദ്യം ഞാൻ ചോദിക്കുക, നിനക്ക് പണിയപ്പെടാൻ താല്പര്യമുണ്ടോ? അടുത്തിരിക്കുന്ന ചോദ്യം, പണിയപ്പെടാനാണോ വന്നിരിക്കുന്നത് അതോ മറ്റുള്ളവർക്ക് പണി കൊടുക്കാനാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാഷന്മാർക്ക് പണി തരാനാണോ? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നതിന് പണി കൊടുക്കാനാണോ വന്നിരിക്കുന്നത്? അതോ സ്വയം പണിയപ്പെടാൻ തയ്യാറായാണ് നീ വന്നിരിക്കുന്നതെങ്കിൽ ആത്മാവിൽ ഞാൻ ദൂത് പറയാം, നീ വെട്ടേറ്റ് വീണവനാ, നീ തകർന്നു വീണവനാ, നീ ചിതറിക്കിടക്കുന്നവനാ. എന്നാൽ നീ ഒരു അസ്ഥിയാ. എന്നാൽ നിന്റെ അകത്ത് മജ്ജയും മാംസവും വെച്ച് പിടിപ്പിച്ച് ഞരമ്പ് വെച്ച് പിടിപ്പിച്ച് നിന്നെ ഒരു സൈന്യമാക്കാൻ എന്റെ ദൈവം ശക്തനാണ്. യെസ്, റിസീവ്. യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ ചേർത്തടിച്ച് ആത്മാവിൽ പണിയപ്പെടാൻ താല്പര്യമുള്ളവർ കുടുംബങ്ങളായി, വ്യക്തികളായി, ജീവിതങ്ങളായി നിന്റെ തലമുറകൾ പണിയപ്പെടണോ? നീ പണിയപ്പെടണോ? ഓ പ്രൈസ് ദി ലോർഡ്. പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും ഇന്ന് പകൽ പണിയപ്പെടാൻ നീ തയ്യാറാണെങ്കിൽ എന്റെ ദൈവം നിന്നെ ഏറ്റെടുക്കാൻ പോയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഒരുത്തം കയറി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി വരുന്നത് തന്നെ പണിയപ്പെടാനാണ്. ആ വ്യക്തിയെ കൊണ്ടുവന്ന് കയറ്റുന്നത് ദൈവമാണ്. ആ കയറ്റുന്നതിന്റെ ഉദ്ദേശം ഇവിടെ വന്ന് സ്വോത്രക്കാഴ്ചയെ വിട്ട് 2 3 രൂപ 10 രൂപ കീറിയ നോട്ടൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഹല്ലേലൂയ ഏതെങ്കിലും തൂണിന്റെ മറവിൽ വന്നിരുന്ന് ഉറങ്ങിയിട്ട് പോകാനല്ല ദൈവം നിന്നെ ഇതിനകത്ത് കയറ്റിയത്. ഹല്ലേലൂയ. അവിടെ ഇവിടെയൊക്കെ നോക്കി വായി തുറന്ന് കോങ്കണ്ണാവാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. നിന്നെ ഇതിനകത്ത് കയറ്റിയ നിന്റെ ചരിത്രം മാറ്റാനാണ്. നിന്റെ ചരിത്രം മാറ്റണം. നീ എഴഞ്ഞു വന്നവനാ. നീ മടങ്ങിപ്പോകുമ്പോൾ പറന്നു പോകണം. പറക്കാൻ, ചിറകുകൾ വെച്ച് പഠിപ്പിക്കാൻ.
അതിനാണ് ദൈവം നിന്നെ ഇവിടെ ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. കരങ്ങളെ ചേർത്തടിച്ച ആത്മാവില് ദൈവത്തിന്റെ വചനത്തെ സ്വീകരിപ്പാൻ ഹൃദയങ്ങളെ ഒരുക്കി നല്ല നിലങ്ങളാക്കി വിതയ്ക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ വീഴപ്പോൾ ഇന്ന് പകൽ അതിനകത്ത് കിടന്നത് 100 മേനിയായി അത് വിളഞ്ഞ് പുറത്തു വരേണ്ടതിന് നിന്റെ ഹൃദയത്തെ നല്ല നിലമാക്കി മാറ്റണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ സകല ദൈവവചനങ്ങളും അതുപോലെ നിവർത്തിയിരിക്കപ്പെടുക. വള്ളി പുള്ളി തെറ്റാൻ അനുവദിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ മറിയ അതിരാവിലെ വന്ന ഒരു കൂട്ടം പേരുണ്ട്, 3-4 പേരുണ്ട്. എല്ലാവരും കൂടെ വന്ന് ആ കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വന്നിരിക്കുകയാണ് അതിരാവിലെ. ഹല്ലേലൂയ. അപ്പം നിങ്ങളെ ആരാധനയ്ക്ക് വരുന്നത് ദൈവത്തിനോടുള്ള സ്നേഹമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും? അതിരാവിലെ ആദ്യം ഫസ്റ്റ് നിങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ വലിയ ദൈവസ്നേഹമൊന്നും ഇല്ലെങ്കിൽ ഇഴഞ്ഞിഴഞ്ഞ് എന്ത് ചെയ്യും? ആരാധന തീരാറാകുമ്പം ആശീർവാദത്തിന് മുമ്പ് ചിലതൊക്കെ ഇഴഞ്ഞു വരണ കാണാം. വലിയ താല്പര്യമില്ല. ആരോ ഞങ്ങളൊക്കെ ഇവിടുന്ന് യൂണിയൻകാരെ വിട്ട് അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നവനെ എടുത്ത് തോളി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുന്നത് പോലെ ചില ആൾക്കാർ വരുന്നത് കാണാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെല്ലാം വേസ്റ്റുകളാ. പക്ഷെ ഇന്ന് പകൽ ആരംഭത്തിലെ കർത്താവിന്റെ സന്നിധിയിൽ ദാഹത്തോടെ വരുന്നവരുണ്ട്. അതിന്റെ അർത്ഥം അവന്റെ അകത്ത് യേശുവിനോടുള്ള സ്നേഹമുണ്ടെന്നാ. ദൈവത്തിനോടുള്ള സ്നേഹമുള്ളവൻ ആരംഭത്തിലെ അതിരാവിലെ എഴുന്നേക്കും. പലേ ദിവസമേ റെഡിയാവും. പലേ ദിവസമേ ഒരുക്കത്തോടെ നാളെ എനിക്ക് എന്റെ ദൈവത്തെ കാണാൻ പോകണം, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പോകണം, നാളെ എനിക്ക് ചിലത് പ്രാപിക്കാൻ പോകണം എന്ന് പറഞ്ഞ് തലേ ദിവസമേ റെഡിയാകുന്ന ഒരു കൂട്ടരുണ്ട്. അടുത്തൊരു പറഞ്ഞാട്ടെ, സ്നേഹം ഉണ്ടോന്ന് ചോദിക്കുക. സ്നേഹം ഇല്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ. സ്നേഹം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെയാണ് വന്നിരിക്കുന്നത്. അടുത്തിരിക്കുന്നവനോടെങ്കിലും സ്നേഹമുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി ചിരിച്ച് കൈയൊക്കെ കൊടുക്കണം. കാരണം നമ്മൾ ഒരു അപ്പന്റെ മക്കളാണ്, ഒരു രക്തത്തിന്റെയും ഒരു അപ്പത്തിന്റെയും അംശികളാണ്. അപ്പോൾ നമ്മുടെ കർത്താവിന്റെ പിന്നെ ഈ സഭയിൽ വരുമ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് തലവേദന മാറ്റാനുള്ള സ്ഥലമല്ല. ദൈവസഭ കൂട്ടായ്മയുടെ സ്ഥലമാണ്. ഒരു അപ്പന്റെ രക്തത്തിന്റെ വില കൊടുത്ത് വാങ്ങിയ ഒരു കൂട്ടം മക്കൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണത്. അപ്പനും മക്കളും സമ്മേളിക്കുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ സഭ. അപ്പനും മക്കളും സമ്മേളിക്കുന്ന സ്ഥലം. അവിടെ ആഘോഷമുണ്ട്, അവിടെ നൃത്തമുണ്ട്, അവിടെ ആരാധനയുണ്ട്, അവിടെ സ്തുതികളുണ്ട്, അവിടെ വിഷാദ രോഗമല്ല, അവിടെ മറ്റു പ്രശ്നങ്ങളല്ല. അവിടെ ഉള്ളത് സന്തോഷമാണ്, അവിടെ ഉള്ളത് ആഘോഷമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റോട് കൂടി വേണം ചർച്ചിൽ വരാൻ. എവിടെ പോകുന്നു എന്ന് പറയണം? ചർച്ചിൽ പോകാൻ, അപ്പനെ കാണാൻ പോകുന്നു. എല്ലാവരും പറഞ്ഞു അപ്പനെ കാണാൻ വന്നിരിക്കുക. അപ്പനും മക്കളും തമ്മിലുള്ള പ്രൈസ് ദി ലോർഡ് കൂടിക്കാഴ്ച. പ്രൈസ് ദി ലോർഡ്. അപ്പനും മക്കളും വന്ന് കൂടിക്കാഴ്ച നടത്താൻ വരുമ്പോൾ നമ്മൾ അപ്പനെ അങ്ങ് ആശ്ലേഷിക്കുക, ഹഗ് ചെയ്യുക, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്ന സ്ഥലം, ഓടിച്ചെന്ന പാദപീഠത്തിൽ ഇരിക്കുന്ന സ്ഥലം, അപ്പൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ 2 ചെവിയും കൂർപ്പിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. നിങ്ങൾ സീരിയൽ കാണാതിരിക്കുന്നില്ലേ? അതിനേക്കാൾ ഒന്നുകൂടെ ശക്തമായ രീതിയിൽ 2 കാതുകളും കണ്ണുകളും കൂർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്. അതിനകത്താണ് ദൈവത്തിന്റെ തീ കത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നീ ഇതിനകത്തിരിക്കുമ്പോൾ നിന്റെ കണ്ണുകളും നിന്റെ 2 കാതുകളും നിന്റെ ഹൃദയവും പൂർണ്ണമായും ആ അപ്പന് കൊടുത്തിട്ടിരിക്കുമ്പോൾ സ്വർഗം നിന്റെ അകത്തോട്ട് ചിലത് പകരുക. തലമുറകളുടെ മേൽ ദൈവത്തിന്റെ ചില പകർച്ചകൾ, ചില ഇമ്പാർട്ടേഷനുകൾ, ചില കൈമാറ്റങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ആലയം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഭയങ്കര കൈമാറ്റങ്ങൾ നടക്കുക. കൈമാറ്റങ്ങൾ പ്രാപിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഞായറാഴ്ചയും മറ്റ് വെള്ളിയാഴ്ചയ്ക്ക് എന്തിനാ വരുന്നത്? അപ്പന്റെ പ്രാപിക്കാൻ. എപ്പോ വന്നിരുന്നാലും പ്രാപിക്കാതെ ഹല്ലേലൂയ കല്ല് പോലെ ഇരുന്നിട്ടാണ് പോകുന്നതെങ്കിൽ നിന്റെ ഇരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട് നിനക്ക് കിട്ടാത്തത്.
നിന്റെ ഇരിപ്പ് ഇന്ന് പകൽ ശരിയാണെങ്കിൽ, നിന്റെ ഹൃദയം ഇന്ന് ഇവിടെയാണെങ്കിൽ, നിന്റെ കാതുകൾ ഇവിടെയാണെങ്കിൽ, നിന്റെ കണ്ണുകൾ ഇവിടെയാണെങ്കിൽ, ഇന്ന് ആത്മാവിൽ ദൂത് പറയാം, നിന്റെ അകത്ത് ചിലത് പകരപ്പെടാൻ പോവുകയാണ്, ചിലത് പകരപ്പെടുകയാണ്. അങ്ങനെയുള്ള ചിലരുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ചിലത് പകരാൻ പോകുന്നു. പറഞ്ഞാട്ടെ, പകരാൻ. ഞാൻ പകർച്ച പ്രാപിക്കാൻ വന്നതാ, ഞാൻ പ്രാപിക്കാൻ വന്നതാ, ഞാൻ കാണാൻ വന്നതല്ല. പറഞ്ഞാട്ടെ, ഞാൻ കാണാൻ വന്നതല്ല, ഞാൻ നാട്ടുകാരെ കാണാൻ വന്നതല്ല, ഞാൻ ഭാഷ കാണാൻ വന്നതല്ല. ഞാൻ വന്നത് എന്റെ അപ്പനെ കാണാനാണ്, ഞാൻ വന്നത് പ്രാപിക്കാനാണ്, ഞാൻ റിസീവ് ചെയ്യാൻ വന്നതാണ്. ഞാൻ പാരമ്പര്യ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഹാജർ വെക്കാൻ ഇതിനകത്ത് വന്നതല്ല. ഞാൻ ജീവനുള്ള ദൈവവുമായിട്ട് സമ്മേളിക്കാൻ വന്നതാണ്, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വന്നതാണ്. അങ്ങനെയുള്ളവർ മാത്രം കരങ്ങളെ അടിച്ച് receive it. ഓ, അങ്ങനെയുള്ളവന്റെ മുഖത്തൊരു സന്തോഷം, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്കറിയാം അവന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം, അവന്റെ മുഖത്തൊരു സന്തോഷം, അവന്റെ ചിരി ഒരു വ്യത്യാസം, അവന്റെ തുള്ളി ചാടുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകും. ഇന്ന് പകൽ അഭിഷേകം, പരിശുദ്ധാത്മാവ് സമ്മേളിക്കുന്ന സ്ഥലം, ആത്മാവ് പരിവർത്തിക്കുന്ന സ്ഥലം, ദൈവ സാന്നിധ്യം ഒഴുകുന്ന സ്ഥലം, അതാണ് ആലയം. ജീവനുള്ള ദൈവം നിന്നോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ജീവനുള്ള ദൈവം നിന്നോട് ആശയവിനിമയം ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ ആലയത്തിനകത്ത്, ആലയം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര റെവലേഷനാ. മണവാട്ടി സഭ അവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വിവാഹം കഴിച്ച, അല്ലെങ്കിൽ കർത്താവ് എൻഗേജ്മെന്റ് ചെയ്ത് ഇനി വിവാഹം ചെയ്യാനിരിക്കുന്ന വ്യക്തികൾ മണവാളനെ കാണാൻ വന്നിരിക്കുക. അവിടെ എത്ര പേർക്കൊരു നാണമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആ ഒരു നാണത്തോടെ, ആ ഒരു ഭയത്തോടെ, ആ ഒരു പ്രണയത്തോടെ, ആ ഒരു സ്നേഹത്തോടെയാണ് ദൈവസഭയിൽ വന്നിരിക്കേണ്ടത്. അല്ലാതെ ചിലരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അപ്പനും അമ്മയും നാട്ടുകാരും കൂടെ നിർബന്ധിച്ച് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്ന പോലെ വന്നിരിക്കുക. എനിക്കിഷ്ടമല്ല. എനിക്ക് വേറെ പലരെയും ആയിരുന്നു ഇഷ്ടം. പലരും കൂടെ അല്ലേ ഈ പാർഷ് വന്ന് പേടിപ്പിച്ച് നീ ചത്തുപോകും, നീ സ്നാനപ്പെടാൻ പറഞ്ഞ് അങ്ങനെ വന്നിരിക്കുന്നവരുണ്ട്. ഭീഷണിപ്പെടുത്തി വന്നവരുണ്ട്. വിവാഹപ്രായമായി നീ കെട്ടിയേ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പം ആരൊക്കെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ മുഖമാണ് ഭാഷ കാണുമ്പോൾ ചെയ്യും. നമ്മൾ മുഖത്ത് നോക്കി ചിരിച്ചാലും യാതൊരു അനക്കവും ഇല്ലെന്ന്. എന്തിനാ വന്നിരിക്കും? നിന്നെ ആരെങ്കിലും നിർബന്ധിച്ച് അവിടെ വന്നിരിക്കുക? നിർബന്ധിച്ച് കല്യാണം കഴിക്കാൻ വന്നവനല്ല കർത്താവ്, പെണ്ണ് കെട്ടാത്തവനല്ല കർത്താവ്. നല്ല സൂപ്പർ പെണ്ണിനെ കെട്ടും കർത്താവിന്. നിന്നെപ്പോലെ മുഖത്ത് യാതൊരു സ്നേഹവും ഇല്ല, ഒരു സന്തോഷവും ഇല്ലാത്തതിനെ കെട്ടേണ്ട ഗതികേട് കർത്താവിനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന്റെ മണവാട്ടിയാണെന്നുള്ള വെളിപ്പാട് നിനക്കുണ്ടോ? കർത്താവ് കല്യാണം കഴിക്കാൻ വരുമ്പോൾ നിന്റെ മുഖം എങ്ങനെയാണോ വെച്ചോണ്ടിരിക്കുന്നത്? ഒരു താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഈയാരൊന്നും അവസാനിപ്പിച്ചെങ്കിൽ വീട്ടിൽ പോയി കപ്പയും മീനും തിന്നായിരുന്നു. അതിനാണോ വന്നിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. രാവിലെ കപ്പയും മീനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ പിന്നെ കുക്കറിനകത്തിട്ടിട്ട് വിസിലടിച്ചവറിനെ പോകാന്ന് പറഞ്ഞോണ്ട് വന്നിരിക്കുകയാണ് അവിടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഈ ആറ്റിറ്റ്യൂഡ് ഉള്ളിടത്തോളം കാലം ഒരു ദൈവസഭയ്ക്കകത്തും ഒരുത്തിനും അനുഗ്രഹിക്കപ്പെടില്ല. ഏത് സഭയ്ക്കകത്ത് നീ പോയാലും നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആ സഭയോ പാർശ്വോ വിചാരിച്ച നടക്കത്തില്ല. നീ വിചാരിക്കണം നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ. നിന്റെ ആറ്റിറ്റ്യൂഡ് മാറിയാലേ നീ ആ ബ്ലെസ്സിംഗ് ആവും. ചില ആൾക്കാര് സഭ വിട്ടു ഓടും. ഈ എല്ലാ മനുഷ്യന്റെയും വിട്ടിത്തരും മണ്ടന്മാര് കാണിക്കുന്ന പരിപാടി എന്താണെന്നറിയാമോ? ഒരു സഭയിൽ നിന്ന് അടുത്ത സഭയിലോട്ട് കുരങ്ങനെ പോലെ ചാടും. ഇവന്റെ ഹൃദയം ശരിയാവാതെ ഏത് സഭയിൽ ചെന്നിരുന്നാലും ആ സഭ മുടിപ്പിക്കുന്നതല്ലാതെ, ആ പാസ്റ്റർ തകർത്ത് കളയുന്നതല്ലാതെ ഇവൻ നന്നാവത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നീ നന്നാകാതെ ലോകത്ത് ഏത് സഭയിൽ ചെന്നിരുന്നാലും, ഒരു പാസ്റ്റർ വിചാരിച്ചാലും, ഒരു സംഘടന വിചാരിച്ചാലും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ നിന്റെ ആറ്റിറ്റ്യൂഡ് മാറണം. നീ ഒരു മണവാട്ടി സഭയാകണം. നീ ഒരു മണവാട്ടിയെ പോലെ, അപ്പനെ കാണാൻ പോകുന്ന മക്കളെ പോലെ എന്ന് നിന്റെ ഹൃദയം മാറുന്നുവോ
അന്നാണ് ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വരും. 1000 പേരുണ്ടെങ്കിലും നിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വരും, നിന്നെ തൊടും. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വലിയ ആരാധന നടക്കുമ്പോൾ ചിലരൊക്കെ ആരാധിക്കുന്നു, ചിലരൊക്കെ കസേര ഓടിക്കുന്നു, ചില ആൾക്കാരൊക്കെ തെറിച്ചു പോകുന്നു, ചിലര് മാത്രം കല്ലുപോലെ വായ തുറന്നിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ ഇരിക്കുന്ന എത്തി നോക്കും, മറ്റോ വീഴുമ്പോ മറ്റും വീഴുന്നു, ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? അവൻ മണവാട്ടിയായി മകനായി വന്നിരുന്നത് കൊണ്ട് അവന്റെ മേൽ ദൈവം ഇറങ്ങി വന്നതാണ്. ഇനി എന്ന് നിന്റെ ലൈഫിൽ നിന്റെ അടുക്കൽ ദൈവം ഇറങ്ങി വരുന്നത് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, ഒരു മകനായി ഒരു മണവാട്ടിയായി ഒരാള് ആ സഭയിലെ ആരാധന ഇടയിൽ ഉണ്ടായിരുന്നു. എന്റെ ദൈവം ഈ ജനത്തെ അഭിസംബോധന ചെയ്യാൻ വന്നപ്പോൾ ദൈവം ഇങ്ങനെ നോക്കി, പരതി നോക്കിയാണ്, ഊടാടി സഞ്ചരിക്കുന്ന പോലെ ദൈവത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ പരതുകയാണ്. എന്റെ മണവാട്ടിയോടെ, എന്റെ മണവാട്ടിയുടെ ക്വാളിറ്റി ഉള്ളവനവിടെ, എന്റെ മകന്റെ ക്വാളിറ്റി ഉള്ളവനവിടെ, അപ്പനെ കാണാൻ വന്ന മകനെവിടെ, മകളെവിടെ, ഹല്ലേലൂയ, എന്റെ ഭാര്യയാകാൻ യോഗ്യതയുള്ളവളെവിടെ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിലരിന്ന് ഉറങ്ങുന്നു, ചിലര് 3-ാം സ്വർഗം വരെ എത്തുന്നു, ചിലരൊക്കെ ചരിഞ്ഞ് 45 ഡിഗ്രി ഇരുന്ന് കോട്ടുമായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഇടയിലല്ല ദൈവം അവനെ തൊടാനല്ല വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകല് ആ ക്വാളിറ്റി ഉള്ള ചിലര് ദൈവം അവന്റെ അടുക്കൽ ഇറങ്ങി വന്ന് അവന്റെ തലയിൽ കൈവച്ച് അവന്റെ മേൽ അഭിഷേകം പകരും. അവനത് പ്രാപിക്കും. അവന്റെ സ്ഥിതി മാറും, അവന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, അവന്റെ കെട്ടുപൊട്ടും, അവന്റെ ചരിത്രം മാറും. അവൻ നീന്തത്തില്ല, അവൻ ഇഴയത്തില്ല, അവൻ പറക്കും. ഹല്ലേലൂയ, ജീസസ് നെയിം. ഹല്ലേലൂയ. 1994 എൻ്റെ സഹോദരൻ CSI സഭയുടെ 10, 150, 200 പേരുള്ള CSI സഭ, അവിടെ ഒരു RSSകാരൻ്റെ മകൻ 16 വയസ്സുള്ള എൻ്റെ സഹോദരൻ യാദൃച്ഛികമായി അതിനകത്തുനിന്ന് കയറി ഒന്ന് കൺവെൻഷൻ നടക്കിയ. പ്രൈസ് ദി ലോർഡ്. 9 മണിക്ക് നിർത്തേണ്ട പ്രസംഗം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ സഹോദരനെ ഫ്രണ്ടിലോട്ട് വിളിച്ച് അവൻ്റെ പേര് അഭിഷേകം വന്നു. ഈ അഭിഷേകം വന്നപ്പോഴാണ് ഈ പാരമ്പര്യ ക്രിസ്ത്യാനികൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ അഭിഷേകം. പേര് ക്രിസ്ത്യാനിയാണ്, CSIക്കാരാണ്, അവിടെ കമ്മിറ്റിയുണ്ട്, കമ്മിറ്റിക്ക് അടി കൂടാൻ അറിയാം, കളരിപ്പേറ്റു അറിയാം നന്നായിട്ട് അവർക്ക്, പാസ്റ്ററിനെ അടിക്കാൻ അറിയാം, ചുവരിൽ ചേർത്ത് നിർത്താൻ അറിയാം, കൊങ്ങയ്ക്കത്ത് പിടിക്കാൻ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അഭിഷേകം അറിയില്ല, യേശുവിനെ അറിയൂടെ. എൻ്റെ അപ്പൂപ്പൻ്റെ കല്ലറ, എൻ്റെ അപ്പൂപ്പൻ വെച്ച പള്ളി, പിന്നെ പേരെഴുതിയില്ല. എന്താ നീ പേരെഴുതാത്തത്? പാസ്റ്ററോട് ചോദിക്കുക. ഞാനല്ലേ കസേര ഇട്ടത്, കസേര എൻ്റെ പേരില്ലല്ലോ. ഇതൊക്കെ ചോദിക്കാൻ അവർക്കറിയാം. പക്ഷേ ഇന്ന് വരെ ഇവനൊന്നും അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അപ്പോഴുണ്ട് RSSകാരൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് കറക്കിക്കൊണ്ടിരുന്ന ഒരു 16 വയസ്സായ കൊച്ചു ചെറുക്ക് അവിടെ ചെന്നപ്പോൾ കർത്താവ് നോക്കിയപ്പോൾ മണവാട്ടി വന്നിരിക്കുന്നു. കുറേ വർഷങ്ങളായിട്ട് മണവാട്ടിയെ മക്കളെ നോക്കാൻ വേണ്ടി വന്നിട്ട് ഇവനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല. അപ്പോഴാണ് ഒരു മണവാട്ടി ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം കർത്താവ് അവിടെ കണ്ടു. ആ മണവാട്ടിയെ കർത്താവ് ഒന്ന് കെട്ടിപ്പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. പിടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വം അങ്ങോട്ട് ഇറങ്ങി 1.5 മണിക്കൂർ അങ്ങോട്ട് ആരാധന തുടങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന ക്രിസ്ത്യാനികളെല്ലാം കൂടെ ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു? ഹല്ലേലൂയ. നാണക്കേടായി. ആ ചർച്ചിന്റെ തൊട്ട് താഴെയാണ് RSS ശാഖ. പ്രൈസ് ദി ലോർഡ്. ആ ശാഖയ്ക്കകത്ത് തലേ ദിവസം വരെ കബഡിയും കളിച്ച് ഹല്ലേലൂയ ബൈറ്റൊക്കെ എടുത്ത് നടന്നവൻ അതിന്റെ പിറ്റേന്ന് രാത്രി 9 മണിയായപ്പോൾ അഭിഷേകം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. എടാ, റോസ് ചന്ദ്രന്റെ മോനല്ലേ ഞങ്ങൾ? എത്രയോ നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികളാണ്. ഞങ്ങളുടെ 7 അകലത്ത് ഈ പരിശുദ്ധാത്മ വന്നില്ലല്ലോ. പ്രൈസ്. 9 മണിക്ക് നിർത്തേണ്ടത് 10-12 മണിയായിട്ട് നിന്നില്ല അന്നത്തെ കൺവെൻഷൻ. ഹല്ലേലൂയ. ആരാധി ചൂപ്പാട് വന്നു എൻ്റെ സഹോദരൻ്റെ. പ്രൈസ് ദി ലോർഡ്. അത് കണ്ടുകൊണ്ടുവന്ന ക്രിസ്ത്യാനികൾക്ക് നാണക്കേടായി അവരും പിന്നെ അറിയാതെ കൈയടിക്കാൻ തുടങ്ങി. അത് 10-12 മണിക്കകത്ത് ഒരു 60-70 പേരെങ്കിലും അഭിഷേകം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് നീ ഇതിനകത്ത് ഒരാൾ മണവാട്ടിയായാൽ മതി.
ഒരാള് മകനായാ മതി, മുഴുവൻ ദൈവസഭയുടെ ചരിത്രത്തെ ദൈവം മാറ്റും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ കർത്താവ് പറയുക, നീ ഒരാളൊന്ന് നന്നായാ മതി, നീ ഒരാളിന്റെ ഹൃദയം ഒന്ന് ശരിയായ മതി. നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും പറയുന്നവനെ ലജ്ജിപ്പിക്കാൻ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഏറ്റവും വലിയ പരിപാടി പാരമ്പര്യം പൊട്ടിക്കുന്ന. എല്ലാ പാരമ്പര്യങ്ങളെയും ദൈവം പൊട്ടിച്ചളയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇന്ന് ചില മണവാട്ടികൾ ഇതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഇതിനകത്ത് ചില തലമുറകൾ ദൈവത്തിന്റെ മക്കളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ ഉള്ളവർ ഇത് ഈ ആരാധന തീരുന്നതിന് മുമ്പ് ഇതുവരെ കാണാത്ത ചിലത് നിന്റെ ലൈഫിൽ നീ കാണും. ഇതുവരെ പ്രാപിക്കാത്ത ചിലത് നീ പ്രാപിക്കും. ഇന്ന് നീ ഇടിമിന്നൽ പോലെ ദൈവശക്തി നിന്റെ അകത്ത് വ്യാപരിക്കും. നിന്റെ ശരീരത്തിൽ ഒരു കൊള്ളിയാൻ മിന്നുന്നത് പോലെ, ഒരു കറണ്ട് അടിക്കുന്നത് പോലെ ദൈവത്തിന്റെ കരസ്പർശനം, ദൈവത്തിന്റെ വിരലുകൾ നിന്നെ തൊടുന്ന ദിവസമാകട്ടെ. ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ അങ്ങ് തൊടണമേ, തൊടണമേ, തൊടണം. ദൈവമേ തൊടണമേ. ഇതിനകത്ത് ആരെങ്കിലും അങ്ങേക്ക് പ്രിയപ്പെട്ടവരായുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവമേ അങ്ങയുടെ വിരലുകൾ, അങ്ങയുടെ കരം ഇവരെ സ്പർശിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓരോ ആരാധന കഴിയുമ്പോഴും നീ വന്നതുപോലെ ഒരിക്കലും പോകരുത് വെളിയിൽ. വന്നതുപോലെ നീ പുറത്തു പോകുകയാണെങ്കിൽ നീ ഒരു വലിയ പരാജയമാണ്. നീ വന്നതുപോലെ അല്ല, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറി, നിന്റെ തീരുമാനങ്ങൾ മാറി, നിന്റെ കാഴ്ചപ്പാടുകൾ മാറിയാണ് ഇതിനകത്തുനിന്ന് നീ പോകുവാൻ. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. യെസ്, അങ്ങനെ ചിലരൊക്കെ ഇത് ഞാൻ കാണുകയാണ്. പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന ചിലർ, ദൈവാത്മാവ് തൊടുന്ന ചിലർ, അവരെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിന് ഇരിക്കാൻ വയ്യാത്ത നിലവാരങ്ങളിൽ ദൈവാത്മാവ് ഇന്ന് ചിലരെ, നിന്റെ ചരിത്രങ്ങളെ മാറ്റാൻ പോയ, നിന്റെ ശരീരത്തെ തീ പോലെ ചൂടാക്കാൻ പോയ. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ കല്ലറയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മറിയോട് ദൂതൻ വന്ന് പറയുകയാണ്, ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ, അവൻ ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. ആ കർത്താവ് എവിടെ പോയി? ഈ മറിയ ഇന്ന് മൂന്നാമത്തെ ദിവസമല്ലേ വന്നത്. മൂന്നാമത്തെ ദിവസം വന്ന് ഈ മറിയ ചോദിക്കുകയാണ്, കർത്താവ് എവിടെ പോയി? പക്ഷേ ഒന്നാമത്തെ ദിവസം വന്ന് മരിച്ച് കൊണ്ടുവന്ന് വെച്ച ദിവസം നിമിഷം ഈ മറിയ വന്ന് ചോദിച്ചാലും ദൂതൻ പറയും അവനിവിടെ ഇല്ലെന്ന്. ഹല്ലേലൂയ. മൂന്നാമത്തെ ദിവസം അല്ല കർത്താവ് പോയത്. ഹല്ലേലൂയ. രണ്ടാമത്തെ ദിവസമല്ല, കർത്താവിനെ കൊണ്ടുവന്ന് വെച്ച അടുത്ത മിനിറ്റ് ആ സ്ത്രീ വന്ന് ചോദിച്ചിരുന്നെങ്കിൽ ദൂതൻ ഇതേ ഉത്തരം പറയും, അവൻ ഇവിടെ ഇല്ല. ഹല്ലേലൂയ. അവരെവിടെ പോയി? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബദ്ധന്മാരെ പിടിക്കാൻ വേണ്ടി കർത്താവ് കൊണ്ടുവച്ച നിമിഷത്തിലെ നൂറ്റാണ്ടുകളായി വിശ്വാസത്തിന്റെ വീരന്മാരായി ഇങ്ങനെ ഒരു രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരുന്നിട്ട് അവർക്ക് കാണാൻ പറ്റാതെ മരിച്ചുപോയ, നിത്യതയിൽ പോയ ആ വിശുദ്ധന്മാർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിനകത്ത് പറയുന്ന വിശ്വാസ വീരന്മാരെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് ആഴങ്ങളിൽ ഇറങ്ങിപ്പോയി. വിശുദ്ധന്മാർ കല്ലറകളിൽ നിന്ന് പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരാൻ പോയിരിക്കുക. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിനകത്ത് വിശ്വാസ വീരന്മാരുടെ പട്ടികയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആരാണ്? നല്ലൊരു ഹാബേല്, നല്ല യാഗം നടത്തിയ ഹാബേല്, വിശ്വാസ വീരനായ അബ്രഹാം. വിശ്വാസം ഒരു കാലഘട്ടം മുഴുവനും എതിരായി നിൽക്കുമ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തനായി നിന്ന നോഹ,
പ്രൈസലോ ദൈവത്തിന്റെ കൂടെ ഒരു കാലഘട്ടം നടന്നുകൊണ്ടിരുന്ന ഹാനോക്ക് അങ്ങനെ ഒരു കൂട്ടം വിശുദ്ധന്മാരെ കാണാനും ചേർക്കാനും വേണ്ടി ഒരു നിമിഷം കൊണ്ട് താൻ അകത്ത് വെച്ച ഉടനെ കർത്താവ് ഇറങ്ങിപ്പോയി. തന്നെ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന, ആയിരക്കണക്കിന് വർഷങ്ങളായി തനക്ക് വേണ്ടി കാത്തിരിക്കുന്നവനെ ഹല്ലേലൂയ സ്തോത്രം പുറത്തു കൊണ്ടുവരുവാൻ ഇറങ്ങിപ്പോയെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. എത്ര ആ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ മോശയുടെ അപ്പനും അമ്മയും വരെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും ഒരു തലമുറ ജനിച്ചപ്പോൾ ആ തലമുറയ്ക്ക് വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കി അതിൽ കീലും തേച്ച് ആ തലമുറയെ രക്ഷിക്കാൻ തക്കവണ്ണം വിശ്വാസം കാണിച്ച ഒരു മാതാവും പിതാവും. ഹല്ലേലൂയ. ജനിച്ചപ്പോഴേ ദിവ്യ സുന്ദരനായിരുന്നു. വാഗ്ദത്തമുള്ളവന്റെ ജനനം വരെ ഒരു അത്ഭുതമാണ്. ആ കുഞ്ഞ് ജനിച്ചപ്പോഴേ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ദിവ്യ സുന്ദരനായിട്ടാണ് ജനിച്ചത്. കാരണം വലിയൊരു ജനത്തെ വിടുവിക്കാൻ വാഗ്ദത്തമുള്ളവനാ. വാഗ്ദത്തമുള്ളവന് മരണമില്ല. വാഗ്ദത്തമുള്ളവനെ കൊല്ലാൻ വേണ്ടി വാളുമായിട്ട് നാട്ടുകാർ നടക്കുമ്പോൾ അവന്റെ മൂക്കിന്റെ തുമ്പത്തുകൂടെ ആ വിശ്വാസ വീരനായ അപ്പനും അമ്മയും തലമുറയ്ക്ക് വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കിയെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന മാതാപിതാക്കളോടും ആത്മാവ് പറയുകയാണ്, ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലാണെങ്കിലും നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും നീ തയ്യാറാണെങ്കിൽ നീ അവർക്ക് വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കുക. ഏത് സാഹചര്യത്തിലും തലമുറകൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും പിതാവുമായി ദൈവം നിന്നെ മാറ്റാൻ പോവുക. അതാണ് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ട വഴി എന്ന് പറയുന്നത്. വിശ്വാസത്താൽ അവരാ കുഞ്ഞിനെ എന്ത് ചെയ്തു? പെട്ടകത്തിനകത്താക്കി. എല്ലാം ഫെയ്ത്തിന്റെ ആൾക്കാരാ മൊത്തം. വിശ്വാസമില്ലാത്തവനൊന്നും ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അടുത്ത ഫെയ്ത്തിന്റെ ആളാരാ? അബ്രഹാം. എല്ലാ സമ്പത്തും ഉണ്ടായിരുന്നവനാ. പക്ഷേ ദൈവം വിളിച്ചപ്പോൾ ഇറങ്ങി തിരിച്ചു. അബ്രഹാമിനെക്കാളും ഫെയ്ത്ത് ആർക്കാ? സാറയ്ക്കാണ്. കാരണം ഇത്രയും സമ്പത്തുള്ള ഈ പുള്ളി ഒരു പൊട്ടനെ പോലെ ഇറങ്ങി തിരിച്ചു. 24-25 വർഷം ദൂതിന് വേണ്ടി കാത്തിരിക്കുക. ദൂത് പ്രാപിക്കാനും ദൂത് കേൾക്കാനും മാത്രം 10-25 വർഷം. എല്ലാ ദിവസവും കർത്താവ് ഇറങ്ങി വരും. കൂടാരത്തിനകത്തിരിക്കുന്ന അബ്രഹാമിനെ ഇനി വാ വെളിയിലോട്ട് വരാൻ പറയും. നമുക്ക് ഒരുമിച്ചൊന്ന് നടക്കാൻ പോകാന്ന് പറയും. നടക്കാൻ പോകുന്ന വഴിയിൽ മുകളിലോട്ട് നോക്കാൻ പറയും. നക്ഷത്രങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഓരോ ദിവസവും ദൂതിൻ്റെ ബലത്തിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു ഭർത്താവിൻ്റെ കൂടെ, അതും ഒരു വെളിവുമില്ല, പൊട്ടനെ പോലെ മണലും വാരി നീ അങ്ങോട്ട് പിന്നെ മണൽത്തരി പോലെ സന്തതിയെ തരുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് മുതൽ അബ്രഹാം മണൽ വാരി കളിക്കാൻ തുടങ്ങി. നക്ഷത്രങ്ങളെപ്പോലെ സന്തതിയെ തരും. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ആകാശത്ത് നോക്കി വായും തുറന്ന് നടക്കും. ഇത് 25 വർഷം കൊണ്ട് മുകളിലോട്ടും താഴോട്ടും നോക്കി നടക്കുക പുള്ളി. ഇങ്ങനെ ഒരു പുള്ളിയെയാണ് 25 വർഷം സാറ വിളിച്ച യജമാനെന്ന്. ഒരു പ്രയോജനമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നും നടക്കുന്നില്ല. ഹല്ലേലൂയ. ഇപ്പൊ വയസ്സായി അങ്ങറ്റമായി ചാവാറായി. പക്ഷെ ഇപ്പോഴും അബ്രഹാം മുകളിലോട്ട് നോക്കി നടക്കുക. മണല് കണ്ട ഉടനെ ഓടിച്ചെന്ന് വാരിപ്പിടിക്കും. ഇതെന്റെ മക്കളാണെന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. നക്ഷത്രം കണ്ട ഉടനെ അവിടെ 1.5 മണിക്കൂർ മുകളിലോട്ട് നോക്കി വയ്ക്കും. ഇങ്ങനെയുള്ള ഭർത്താവിനെ യജമാനൻ എന്ന് വിളിച്ച സാറയല്ലേ വിശ്വാസ വീര. അങ്ങനെയുള്ള സഹോദരികൾക്കായി ഇന്ന് പകൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പൊട്ടനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഭർത്താവിനെ 25 വർഷത്തോളം യജമാനനെ അദോനായി എന്ന് വിളിച്ച ഹല്ലേലൂയ ആ സാറയെ ഇന്ന് പകൽ നീ കാണണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ അത്ര വലിയ ഫെയ്ത്ത് അവർക്കുണ്ടായിരുന്നത്. ആ സാറ യഥാർത്ഥത്തിൽ വലിയ സംഭവം ഒന്നും ചെയ്തില്ല. വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൂത് കേട്ടപ്പോൾ അകത്തിരുന്ന് ചിരിച്ചതാ പാപത്തി. പക്ഷെ ആകെ ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. എന്താണ്? ഭർത്താവിനെ എടാ പോടാ എന്നല്ല വിളിച്ചത്, കാല എന്നല്ല വിളിച്ചത്. ഇയാളെ കെട്ടി അന്ന് മുതൽ എൻ്റെ കാര്യം തീർന്നെന്നല്ല പറഞ്ഞത്. ചായ കൊണ്ടുവന്ന് മേശയിൽ ഇടിച്ചല്ല വെച്ചത്. ദോശ കൊണ്ടുവന്ന് ചുട്ട് വേറെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തില്ല. ആലയിൽ ഈ പൊട്ടനെ കെട്ടി എൻ്റെ കാര്യം ഇതുപോലെ ഗതികേടായി. മരുഭൂമി വന്ന് മണലും പറക്കി നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പറയുന്ന ഒരു ഭാര്യമാരും ഇതിനുണ്ടാകാതെ നിങ്ങൾക്ക് നല്ലത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
നിങ്ങളുടെ അസ്ഥി ഉരുകാതിരിക്കണമെങ്കിൽ ഇന്ന് മുതൽ ഭർത്താവിന് എന്ത് ചെയ്യണം? യജമാനെന്ന് വിളിച്ച് കീഴ്പ്പെട്ടാൽ ഇന്ന് അവൻ പൊട്ടനാണെങ്കിലും നാളെ അവൻ വാഗ്ദത്തമുള്ളവനായി വെളിപ്പെട്ട് വരും. ഇന്ന് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പൊട്ടന്മാരെന്ന് നീ കളിയാക്കി പുച്ഛിച്ച് പരിഹസിക്കുന്ന ചില ഹല്ലേലൂയ വിശ്വാസ വീരന്മാരായ ചില ഭർത്താക്കന്മാർ ഇന്ന് മണലും വാരി ഇന്ന് ആകാശത്ത് നോക്കി നടക്കുന്നവനെ നാളെ ഒരു വാഗ്ദത്തമുള്ള പിതാവാക്കി, വിശ്വാസികളുടെ പിതാവാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരുവനുണ്ടെന്ന് ഇന്ന് പകൽ നീ തിരിച്ചറിഞ്ഞാൽ നിന്റെ മുമ്പില് ഇയാളെ എനിക്കറിയാം, ഈ പുള്ളി എനിക്കറിയാം, അല്ലെ എന്റെ മക്കളെ നോക്കിയിട്ട് ഇവൻ എന്നെ മണ്ടൻ. പ്രൈസ് ദി ലോർഡ്. ആരെയും നീ വിധിക്കരുത്. നിന്റെ തലമുറയെ നീ വിധിക്കരുത്. നിന്റെ ഭർത്താവിനെ നീ വിധിക്കരുത്. നിന്റെ ഭാര്യയെ നീ വിളിക്കരുത്. നിന്റെ കൂട്ടുവിശ്വാസിയെ നീ വിധിക്കരുത്. കാരണം നിന്റെ കയ്യിലല്ല അവന്റെ ഭാവി, നിന്റെ കരങ്ങളിലല്ല അവന്റെ ഭാവി, നിന്റെ വായിലല്ല നിന്റെ വാക്കിലല്ല അവന്റെ ഭാവി. ഇന്ന് പകൽ അവന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാ. നീ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡല്ല, വസ്ത്രമല്ല അവൻ ധരിക്കാൻ പോകുന്നത്. ദൈവം അവനെ അനുഗ്രഹിച്ച് അവന്റെ വസ്ത്രം മാറ്റാൻ പോവുക. അവന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാ, നിന്റെ കരങ്ങളിലല്ല. നിന്റെ തലമുറയുടെ ഭാവി, നിന്റെ കുടുംബത്തിന്റെ ഭാവി, നിന്റെ ഭർത്താവിന്റെ ഭാവി, നിന്റെ മാതാവിന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നോട് യോജിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് ചങ്കൂറ്റത്തോടെ പറയാമോ? എന്റെ ഭാവി എന്റെ വീട്ടുകാരുടെ കയ്യിലല്ല. ഹല്ലേലൂയ. എന്റെ ഭാവി എന്റെ വീട്ടുകാരുടെ കരങ്ങളിലല്ല, എന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിലാ. ഞാൻ ആരായി മാറണമെന്ന് എന്റെ ഭാര്യയല്ല തീരുമാനിക്കുന്നത്. ഞാൻ ആരായി തീരണമെന്ന് എന്റെ അപ്പനും അമ്മയല്ല തീരുമാനിക്കുന്നത്. ഞാൻ ആരായി മാറണമെന്ന് എന്റെ നാട്ടുകാരല്ല തീരുമാനിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ആരായി മാറണമെന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉളവാകുന്നതിന് മുമ്പേ നിന്നെ പ്രവാചകനായി വിളിച്ച എന്റെ ദൈവമാണ് തീരുമാനിക്കുന്നത്. നീ ആരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള എത്ര പേരുണ്ട്? നിങ്ങളുടെ ഭാവി ആരുടെ കയ്യിലാ? വന്നോ? എന്ന് വന്നു? കണ്ടോ? ഒരു ഭാവി കർത്താവിന്റെ കയ്യിലുള്ള പെൺകുട്ടിയാണ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവളെ കുഞ്ഞുനാളിൽ ഇവിടെ വരുമ്പോഴേ അവർ പറയും ഞാൻ ഡോക്ടറാവും. ഹല്ലേലൂയ. സ്തോത്രം. സാഹചര്യങ്ങൾ മോശമായിരുന്നു, എന്നാൽ കർത്താവ് സാഹചര്യങ്ങളെ അനുകൂലമാക്കി. ഇന്ന് നിന്റെ വായ്ക്കകത്താണ് നിന്റെ ഭാവി ഇരിക്കുന്നത്. നീ പറയുന്നതാണ് നീ ആയി മാറാൻ പോകുന്നത്. നിന്റെ വായിൽ നിന്നും വരുന്ന വചനങ്ങൾ നിനക്കൊരു വലിയ ജീവൻ തരാൻ പോവുക. നിന്റെ ഭാവി നാട്ടുകാരുടെ കയ്യിലല്ല, വീട്ടുകാരുടെ കയ്യിലല്ല. നിന്റെ ജീവനും മരണവും നിന്റെ നാവിലിരിക്കുന്നു. നീ ജീവനും മരണവും നിന്റെ നാവിലിരിക്കുക. അത് വിശ്വസിക്കുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? നിനക്ക് വേണമെങ്കിൽ എത്ര 25 ഈ ആലയം ഉള്ളിടത്തോളം കാലം ഈ കസേര വന്ന് ഇങ്ങനെ ഇരിക്കുക. ഏസിയും കൂടെ ഉള്ളതുകൊണ്ട് ഒരു പുതപ്പും കൂടെ കുറച്ച് നാൾ കഴിയുമ്പോൾ വിറയിൽ വരുമ്പോൾ ഒരു പുതപ്പും കൂടെ വന്നിരുന്ന സൂപ്പറായിട്ടിരിക്കാം. 2 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഷുഗറിനും നല്ലതാണ്. പക്ഷേ ഹല്ലേലൂയ. സ്തോത്രം. ചിലരുണ്ട് അങ്ങനെ വരുന്നവരല്ല. ചിലർ വരുന്നത് കല്യാണം നടത്താൻ മക്കളെ, ചിലർ വരുന്നത് എവിടെയെങ്കിലും പോയി മരിച്ചു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും വേണ്ട അടക്കാൻ. അങ്ങനെ വരുന്നവർ വന്ന ഉടനെ ചോദിക്കും കല്ലറയുണ്ടോ? അയാൾ പറയും ഉണ്ട്. 6 ലക്ഷം രൂപ കൊടുത്ത് 5-6 നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ എല്ലാവർക്കും എല്ലാ സൗകര്യവും ഞങ്ങൾ ചെയ്തു കൊടുക്കും. മരിക്കാനുള്ളവർക്ക് മരിക്കാനുള്ള അവസരം കൊടുക്കും. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അങ്ങനെ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു സഭയാണ് ഇവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏത് വേണോ പ്രാപിക്കാം. നല്ലത് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അനുഗ്രഹം പ്രാപിക്കാം, നന്മയും പ്രാപിക്കാം, പെട്ടെന്ന് വിടുതലായി പോവുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ചിലര് അതിനൊന്നും അല്ല വരുന്നത്. ചിലര് വരുന്നത് രാജ്യങ്ങളുടെ വിസ അടിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. രാജ്യങ്ങളുടെ വിസകൾ അടിക്കാൻ. വീടില്ലാത്തവന് വീടും സ്ഥലവും കാറും മാത്രമല്ല, നിത്യതയ്ക്കകത്ത് പോകാൻ, അത് മാന്യമായി പോകാൻ, ഒരു വിശ്വാസ വീരനായി ജീവിക്കാൻ, സകലവിധ കാര്യങ്ങളും ഉളവാകുന്ന ഒരു ദൈവസഭയിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഇപ്പൊ വിശ്വാസ വീരന്മാരുടെ നീണ്ട പട്ടിക. ആ പട്ടികക്കകത്ത് കയറാൻ ഇന്ന് പകല് ചെറിയ ചില ടിപ്സുകൾ മതി നിനക്ക്. ഒരുപാട് കൈയടിക്കണ്ട, ഒരുപാട് തുള്ളണ്ട, ഒരുപാട് കസേരയിൽ നീ ഓടിക്കണ്ട. നിന്റെ വീട്ടിലുള്ളവരെ ആദരിച്ചാൽ മതി. നിന്റെ വീട്ടിൽ വരുന്ന അഭിഷിക്തന്മാരെ ആദരിച്ചാൽ മതി. നിന്റെ ദൈവസഭയിൽ വരുന്ന അഭിഷിക്തന്മാരെ ബഹുമാനിച്ചാൽ മതി. അവർ പറയുന്നതിനെ അനുസരിച്ചാൽ മതി. നിന്റെ ഒരു ശിഷ്യത്വത്തിന്റെ മനോഭാവം ഉണ്ടായാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാറ അനുഗ്രഹിക്കപ്പെടാൻ ഒറ്റ ക്വാളിറ്റിയേ ഉള്ളൂ. ഭർത്താവിനെ യജമാനെന്ന് വിളിച്ചു. അവർക്ക് മക്കളെ കിട്ടാൻ 25 വർഷത്തെ കെട്ടുപൊട്ടാൻ ഒറ്റ ടിപ്സാ. 3 പേരെ നന്നായിട്ട് ഫുഡ് കൊടുത്ത് ആദരിച്ചു. ഇതൊക്കെ വലിയ സംഭവങ്ങൾ. ഇതൊന്നും ആരും ചെയ്യത്തില്ല കേട്ടോ. കൈയടിക്കും, സ്തോത്രം പറയും, ആരാധിക്കും, കീറിയ നോട്ടുകൊണ്ട് ആരും ഇതൊക്കെ ചെയ്യും. പക്ഷേ ഈ അഭിഷിക്തന്മാരെ ആദരിക്കത്തില്ല, അതറിയത്തില്ല. അപ്പനെ അമ്മയെ ബഹുമാനിക്കത്തില്ല, അതറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹാല് വേറെ എല്ലാം ചെയ്യും. സ്തോത്രം. ഇന്ന് പകല് ഹാല് ദൈവം പറയുക, നീ ഒരു വിശ്വാസ വീരനായി മാറണം. നീ ദൈവത്തെ ആരാധിക്കുന്നവനായി മാറണം. നീ അഭിഷിക്തന്മാരെ ബഹുമാനിക്കുന്നവനായി മാറണം. നിന്റെ വീട്ടിൽ വരുന്നവനെ നീ ആദരിക്കാൻ പഠിക്കണം. നിന്റെ അപ്പനെ അമ്മയെ നീ ബഹുമാനിക്കാൻ പഠിക്കണം. അങ്ങനെ നീ ചെയ്യുമ്പോൾ തന്നെ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടും. നീ ഒരുപാട് ആരാധിച്ചില്ലെങ്കിലും, നീ കസേര ഓടിച്ചില്ലെങ്കിലും, ഇന്ന് പകല് നിന്റെ ജീവിതത്തിൽ ഒരു മാതൃകാ ജീവിതം നീ നയിക്കണം. പലരുടെയും പേര് വരാൻ കാരണം ചെറിയ രാഹാബ് ആരായിരുന്നു? ഒരു വേശ്യയായിരുന്നു. ഹല്ലേലൂയ. അതും വലിയൊരു എരിഹോം പട്ടണത്തിന്റെ മതിലിന്റെ മുകളിൽ വീട് വെച്ച് അവിടെ താമസിച്ച ഒരു സ്ത്രീയാ. പ്രസിദ്ധയായിരുന്നു, കുപ്രസിദ്ധയായിരുന്നു. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ ഈ പേര് ഇവിടെ വന്നിരിക്കുക വംശാവലിയിൽ. ഹല്ലേലൂയ. അവർ ഒരു പാരമ്പര്യമുള്ളവരല്ല. പക്ഷേ ഉറ്റുനോക്കാൻ വന്ന ദൈവത്തിന്റെ വിശുദ്ധന്മാരെ വീട്ടിനകത്ത് പാർപ്പിച്ചു. അവരെ കാണിച്ചു കൊടുത്തില്ല, അവരെ ഒറ്റി കൊടുത്തില്ല. നീ വിശുദ്ധന്മാരെ ഒറ്റി കൊടുത്താൽ നിന്റെ കാര്യം തീർന്നു. നീ വംശാലി വലിയിലും കാണൂല, നിന്റെ പേരും പോവും. നീ മരിക്കുമ്പോൾ നിന്റെ ഫോട്ടോ 5 ദിവസം വീട്ടിൽ തൂക്കും. 6ന്റെ അന്ന് ആ മക്കളെ നിന്നെ എടുത്ത് കളയും. പക്ഷേ ഹല്ലേലൂയ, നീ ഒറ്റി കൊടുക്കാത്തവനാണെങ്കിൽ, നീ വിശുദ്ധന്മാരെ പ്രൊട്ടക്ട് ചെയ്യുന്നവനാണെങ്കിൽ, നിന്റെ പേര് വംശാവലിക്കകത്ത് വരും. ഹല്ലേലൂയ. അപ്പം നമ്മളെ പേര് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ വന്നത് ഇവരാരും വലിയ ക്വാളിറ്റി ഉള്ളവരല്ല. പക്ഷെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവരതൊക്കെ കർത്താവിന് വേണ്ടി എന്നുള്ള വണ്ണം ചെയ്തപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ അവരെ പേര് ചേഞ്ച് ആകാൻ സാഹചര്യം ഉണ്ടായെങ്കിൽ, ഇന്ന് നീ ഇവിടെ ഇരിക്കുന്ന നിന്റെ പേര് മറിയെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അതിരാവിലെ സുഗന്ധ തൈലവുമായിട്ട് കർത്താവിനെ കാണാൻ പോയവരെ 2024 വർഷമായപ്പോഴും നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിന്റെ ചില പ്രവർത്തികൾ നിന്റെ ചരിത്രം മാറാനിടയാകും. അപ്പൊ 1ാമത്തെ ദിവസം പോയാലും കർത്താവ് അവിടെ ഇല്ല. ആരെ പിടിക്കാൻ പോയി? തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ പൊക്കാൻ പോയി. ഹല്ലേലൂയ. 2ാമത്തെ ദിവസം പോയപ്പോഴോ അപ്പോഴും ഇല്ല. എവിടെ പോയി? തന്നെ ക്രൂശിൽ ആക്കിയിട്ട് അപ്പുറത്ത് മാറി നിന്ന് കൈകൊട്ടി ചിരിച്ച പിശാചിന്റെ തലയെ ചവിട്ടി അരയ്ക്കാൻ പോയി. ഹല്ലേലൂയ. ഭയങ്കര ആഘോഷം നടക്കുകയാണ് നരകത്തില്. ലൂസിഫറും അവന്റെ ആൾക്കാരും കൂടെ ചിരിച്ച് കൈകൊട്ടി ചിരിച്ച് ഡാൻസ് ചെയ്ത് സിനിമാറ്റിക് ഡാൻസ് ഒക്കെ നടത്തി. ഹല്ലേലൂയ. പിന്നെ മൈക്കിൾ ജാക്സനെ വരെ വാടകയ്ക്കെടുത്ത് അവിടെ ഭയങ്കരമായ ബ്രേക്ക് ഡാൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഇതാ ഒരു ശബ്ദം, ജീസസ്. ഹല്ലേലൂയ. ക്രൂശിച്ചവൻ വന്ന് ഫ്രണ്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. നരകം കിടുങ്ങി. ലൂസിഫറിനെ കാലുവാരി തൂക്കി തറയിലടിച്ചു. അവന്റെ തലയെ ചവിട്ടി അങ്ങ് അരച്ചു. ബാക്കിയുള്ള ഭാഗം നമുക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകല് നീ എഴുന്നേറ്റ് കൈയടിക്കുമ്പോൾ അവന്റെ ചെകിട്ടത്ത് അടിക്കുന്നത്. നീ കാലുകൾ ഉയർത്തി ചവിട്ടി നീ ആരാധിച്ച് നൃത്തം ചെയ്യുമ്പോൾ കർത്താവായ യേശു എന്ന നമ്മുടെ അപ്പൻ ചവിട്ടി അരച്ചവന്റെ ആ ശരീരത്തെ വീണ്ടും തകർക്കുകയാണ്. അതാ ദൈവത്തിന്റെ ജനം വന്നാൽ രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്.
അതാ പെന്തക്കോസ്തുകാരൻ്റെ ആരാധന എന്ന് പറഞ്ഞാൽ ശബ്ദവും കോലാഹലവും എല്ലാം ഉണ്ട്. വേറെ പലരുടെയും ആരാധനയ്ക്ക് പോയാൽ ഒരു കോലാഹലവും ഇല്ല. അവരാരാധിക്കുന്നത് ഇതുപോലെ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ ഇട്ട് അവർ ചെയ്യും. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്നതിനാ? നീ ചവിട്ടുന്നത് അവൻ്റെ ശരീരത്തെയാണ്. വീണ്ടും പിശാചിനെ ചവിട്ടി തകർത്തുകൊണ്ടിരിക്കുക. അവനിന്ന് ശക്തിയില്ല, അവന്റെ തലയ്ക്കിന്ന് പവറില്ല. ഇന്ന് പവർ ഉള്ളത് ദൈവത്തിന്റെ മക്കൾക്കാ. നിനക്കാണ് അധികാരമുള്ളത്, നിനക്കാണ് ഇന്ന് പകൽ അധികാരമുള്ളത്. നീ അധികാരമുള്ളവനായി മാറിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആ കല്ലറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കല്ലിനോട് ചോദിച്ചാൽ പറയും, എൻ്റെ ഈ കല്ലില് സാധാരണ കല്ലല്ല, ഇതിലൊരു മുദ്രയും കൂടെ ഇട്ടിട്ടുണ്ട്. ആരുടെ മുദ്ര? ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ ശക്തിയായ റോമാക്കാരുടെ മുദ്രയാണ്. പ്രൈസ് ദി ലോർഡ്. തത്വത്തിന്റെ മുദ്രയായ ക്രിസ്തുവിനെ ഈ റോമാക്കാരന്റെ ഉണക്ക മുദ്ര കൊണ്ടുവന്ന് വെച്ചാൽ അതിനകത്തിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ അടയ്ക്കാൻ വേണ്ടി പിന്നെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിന്റെ പാറയെ കൊണ്ടൊന്ന് ഉരുട്ടി വെച്ച മണ്ടന്മാരവര്. ഹാലേലൂയ. 4, 3, 7 സൈന്യങ്ങളെ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ആയുധമായ കുന്തവുമായി നിർത്തിയിരിക്കുക. സ്വർഗീയനായ ഈ ദൈവത്തിനെ ഹാലേലൂയ പിന്നെ മണ്ണിൽ ജനിച്ചവൻ എന്നുള്ള വണ്ണം മണ്ണിൽ നിന്നുള്ളവർ തടയാൻ ശ്രമിക്കുമ്പോൾ വിണ്ണിൽ നിന്ന് വന്നവനെ ലോകത്തൊരു ശക്തിക്കും തകർക്കാനും തടയാൻ പറ്റത്തില്ല എന്ന് ചരിത്രം കാണിച്ചു കൊടുത്തെങ്കിൽ ഹാലേലൂയ എന്ന കർത്താവ് പറയുക, ഹാലേലൂയ നീ ഇന്ന് ഹാലേലൂയ വിണ്ണിൽ നിന്ന് വന്ന മണ്ണിൽ നിന്ന് വന്നവനായി ജനിച്ച നീ ഇന്ന് വിണ്ണിൽ നിന്ന് വന്നവന്റെ തലമുറയായിരിക്കുക. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ, നീ പുതുതായി ജനിച്ചപ്പോൾ, ഇപ്പോൾ നീ വിണ്ണിൽ നിന്ന് വന്നവന്റെ മകനായി. നീ മണ്ണിൽ നിന്ന് വന്നവനല്ല, നീ മണ്ണിൽ നിന്ന് എടുത്തവനായിരുന്നു. എന്നാൽ ഇന്ന് സ്വർഗീയ ദൈവത്തിന്റെ മകനും മകളുമായി മാറി. നീ തേജസ്സുള്ളവനായി മാറി. നിന്നെ തടയാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരു പൈശാചിക ശക്തികൾക്കും നിന്നെ തടയാൻ പറ്റത്തില്ല. ഒന്ന് പറഞ്ഞ കാരണം നീ മണ്ണിൽ നിന്ന് എടുത്തവനാ. പക്ഷേ ഇന്ന് വിണ്ണിൽ നിന്ന് വന്ന കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നീ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. പുതിയ ജീവിതം നീ ആരംഭിച്ചിരിക്കുന്നു. നിന്നിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ ജീവനാണ്. യേശുവിന്റെ ജീവൻ നിന്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഒരു പൈശാചിക ശക്തികൾക്കും വാഗ്ദത്തമുള്ള നിന്നെ തടയാൻ പറ്റത്തില്ല. വാഗ്ദത്തമുള്ളവനെ ഈ ലോകത്ത് ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല, തടയാൻ പറ്റത്തില്ല. ഒരു കല്ലറകൾക്കും ഒരു കല്ലുകൾക്കും ഒരു സൈന്യങ്ങൾക്കും ഒരു സാമ്രാജ്യത്തെ ശക്തികൾക്കും വാഗ്ദത്തമുള്ള നിന്നെ ഒതുക്കി വെക്കാൻ പറ്റത്തില്ല. നീ പുറത്തു വരുന്ന സീസൺ, നീ പുറത്തു വരാൻ പോകുന്നു. ഈ സീസൺ നീ പുറത്തു വരും. ഹല്ലേലൂയ. ഈ കല്ലറ ആരാ കൊടുത്തത്? അരമത്യയിലെ യോസഫ് എന്ന് പറഞ്ഞ മന്ത്രി. ജീവിച്ചിരുന്നപ്പോൾ പുള്ളി നല്ല കാര്യങ്ങളൊന്നും ചെയ്തില്ല. പക്ഷെ മരിച്ചപ്പോൾ കർത്താവിനെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ വേണ്ടി എല്ലാവരും ഗൂഢാലോചനയ്ക്ക് നിന്നപ്പോൾ മന്ത്രിയായ ഈ പുള്ളി മാത്രം അതിനെ വിയോജിച്ചു. നോക്ക് എത്ര വലിയ തൻ്റെ ഇടമാ, ധൈര്യമാ വന്നത്. പ്രൈസ്. ഒരു രാജഭരണത്തിന്റെ പിന്നെ അണ്ടറിൽ ജീവിക്കുന്ന ഒരു മന്ത്രിയാ. തലേ ദിവസം 2-3 ദിവസത്തിന് മുമ്പ് മന്ത്രിസഭ കൂടി രാജാവും സകലരും എല്ലാം കൂടെ ഒരുമിച്ച് പിന്നെ ഗൂഢാലോചന നടത്തി കള്ളം ആരോപിച്ച് ഒരു കൊള്ളക്കാരനെ എന്ന വണ്ണം കർത്താവിനെ ക്രൂശിച്ചപ്പോൾ ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കാതെ വിയോജിച്ച് ക്രൂശിച്ച് അടക്കാൻ സമയത്ത് ശരീരമെടുത്ത് എനിക്ക് തരണമെന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചവൻ. ഹല്ലേലൂയ. മനസ്സിലായോ? എത്ര വലിയ ഭാഗ്യ പദവിയാ പുള്ളിയെ തേടി വരുന്നത്. കൂടെ 3.5 വർഷം നടന്നവരെല്ലാം ക്രൂശിന്റെ ചോട്ടിൽ നിന്ന് 100 മൈൽ സ്പീഡിൽ സൂപ്പർ ഫാസ്റ്റ് പോലെ ഓടിയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അരമത്യയിലെ യോസഫ് എന്ന് പറയുന്നവൻ രാജ സന്നിധിയിൽ ചെന്ന് ധൈര്യത്തോടെ ചോദിക്കുകയാണ്, ഈ മരിക്കപ്പെട്ട വിശുദ്ധന്റെ ശരീരം എനിക്ക് വേണം. ഹല്ലേലൂയ. സാധാരണ കല്ലറയല്ല, മണ്ണുകൊണ്ട് ഉള്ളതല്ല. വലിയൊരു തോട്ടം വാങ്ങിച്ചിട്ട് ഒരു കുടുംബ കല്ലറ, താൻ ഒരു കോടീശ്വരനായതുകൊണ്ട് ഒരു പാറ തുരന്ന് ഉണ്ടാക്കിയ ഒരു കല്ലറയാണ്. ഹല്ലേലൂയ. മണ്ണിൽ നിന്ന് വന്നവനാണെങ്കിൽ മണ്ണിൽ അടക്കാൻ പറ്റൂ. ഇത് വിണ്ണിൽ നിന്ന് വന്നവനാണ് പാറയ്ക്കകത്ത് അടക്കുക. ഹല്ലേലൂയ. അതും കോടീശ്വരന്റെ കല്ലറ. ഞാനിവിടെ നിന്നുകൊണ്ട് ഈ ബ്രദറിനോട് 2 ലക്ഷം ചോദിച്ചാൽ ഉണ്ടെങ്കിൽ തരും, 10 ലക്ഷം ചോദിച്ചാൽ തരും.
പക്ഷെ കല്ലറ ചോദിച്ചാൽ തരുമോ? കൊടുക്കോ? നിങ്ങളെ കുടുംബ കല്ലറ കൊടുക്കുമോ ആർക്കെങ്കിലും? പൈസ വേണമെങ്കിൽ കൊടുക്കും. കുടുംബ കല്ലറ കൊടുക്കുമോ? കൊടുക്കോ? ഒന്നും കൊടുക്കൂല. കല്ലറ പോയിട്ട് ഒന്നും കൊടുക്കൂല, ഒരു കല്ല് പോലും കൊടുക്കൂല. പിന്നെയല്ലേ അല്ലേ? അപ്പുറത്തവൻ വന്നെങ്ങാനും അറിയാതെ ഒരു നമ്മാട്ടി കൊണ്ട് ഒരു വെട്ടുപെട്ടി ഇപ്പുറത്തോട്ടായാൽ കാണാൻ നമ്മുടെ അന്യഭാഷ. ഒരു അന്യായ ഭാഷ അവിടെ പറയും, ഇവിടെ അന്യഭാഷയും പറയും. ഒരു കല്ല് പോലും വിട്ടുകൊടുക്കാത്ത നമ്മളാണ് ഒരു കല്ലറ വിട്ടുകൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും മനസ്സോടെ കൊടുക്കാത്തവരുടെ ഇടയിലാണ് കർത്താവ് വന്നത്. പക്ഷെ കർത്താവിന് വേണ്ടി ദൈവത്തിന് നേരത്തെ അറിയാം, പിതാവിനറിയാം കൂടെ നടക്കണവന്മാരെല്ലാം ഓടുവന്നു, അപ്പം വാങ്ങിച്ച് തിന്നവന്മാരെല്ലാം 4 മാട് ഓടുവന്നു. കണ്ണിന് സൗഖ്യം കിട്ടിയവനും കുഷ്ഠരോഗം പിടിച്ചവനും മരിച്ചിട്ട് എഴുന്നേറ്റവനും ആരും ഒരുത്തനും കാണത്തില്ലെന്നും എൻ്റെ മകൻ അവസാനം അനാഥനായി മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് പിതാവായ ദൈവം അരമത്യയിലെ യോസഫിൻ്റെ ഹൃദയത്തിനകത്ത് ദിവ്യശക്തി പകർന്നു ആളെ എഴുന്നേപ്പിച്ച് നേരെ ചെന്ന് ധൈര്യത്തോടെ ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ധൈര്യത്തോടെ ചെന്ന രാജസന്നിധി ചോദിച്ചു, ഈ ശരീരം എനിക്ക് വേണം. തൻ്റെ കുടുംബ കല്ലറയെ കർത്താവിന് ദാനം കൊടുത്തവൻ, പൂർണ്ണ ഹൃദയത്തോടെ വിലയേറിയത്, ആരും ചെയ്യാത്തത് ചെയ്യാൻ തൻ്റെ ഇടമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. നീ എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും കൊടുക്കുന്നത് പോലെ കൊടുക്കരുത്. അടുത്തിരിക്കുന്നവൻ കൊടുക്കുന്ന കയ്യടിയല്ല നീ കൊടുക്കേണ്ടത്. അടുത്തിരിക്കുന്നവൻ ആരാധിക്കുന്നത് പോലെയല്ല ആരാധിക്കേണ്ടത്. അടുത്തിരിക്കുന്നവന്റെ സ്തോത്രമല്ല നീ കൊടുക്കേണ്ടത്. അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ കൊടുക്കുന്ന ദശാംശമല്ല നീ കൊടുക്കേണ്ടത്. അടുത്ത കൂട്ടുകാരൻ കൊടുക്കുന്ന സ്തോത്രക്കാഴ്ചയല്ല നീ ഇടേണ്ടത്. നീ എന്തെങ്കിലും ദൈവത്തിന് ചെയ്യുന്നെങ്കിൽ ആരും ചെയ്യാത്തത് ഇന്ന് പകൽ നീ ചെയ്യണം. ഇവിടുത്തെ 60-70 വർഷത്തെ ജീവിതമൊക്കെ അങ്ങ് തീരും. അവിടെ പോണ്ടേ? നിത്യമായ ജീവിതമാണ്. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരാൾ മരിക്കാൻ കിടന്നപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിക്ക് വേണ്ടി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ക്യാൻസർ ഉള്ളവരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൈവച്ചപ്പോൾ കർത്താവ് ചോദിച്ചു, ഇവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചോദിക്കാൻ. ഹല്ലേലൂയ. ഇവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? മാർത്തോമക്കാരനാ, 7000 ഏക്കർ തോട്ടമുള്ളവനാ. പെന്തക്കോസ്തുകാരെയൊക്കെ പുച്ഛമാണ്. പക്ഷെ ക്യാൻസർ ഒന്ന് തട്ടിപ്പോറായപ്പോൾ നമ്മളെ വിളിച്ചു. അപ്പോൾ കർത്താവ് ചോദിച്ചാൽ, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഹല്ലേലൂയ. അപ്പോൾ ഇന്നൊന്നും ചെയ്യാതിരുന്നാൽ എന്നെങ്കിലും ദൈവം ഇതുപോലെ ചോദിക്കേണ്ടി വരും, നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ നിനക്ക് ഇത്രയും വലിയ ദാനമായി തരാൻ, ചെയ്യാൻ, നിന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ, നിന്റെ കെട്ട് പൊട്ടിക്കാൻ നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? ഹല്ലേലൂയ. DGS ദിനകരൻ ഒരു പെൺകുട്ടി മരിച്ചു കിടന്നപ്പോൾ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക അവളുടെ ജീവന് വേണ്ടി. കർത്താവ് പറഞ്ഞു, ഇവൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അവളുടെ അപ്പനും അമ്മയും പറഞ്ഞു, ഇവള് സൺഡേ സ്കൂളിൽ രാപകലില്ലാതെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചെറിയ പ്രായത്തിൽ സഭയ്ക്ക് വേണ്ടി ഓടി നടന്നവൾ എൻ്റെ മോളെന്ന് പറഞ്ഞപ്പോൾ അടുത്ത നിമിഷം കണ്ണു തുറന്നു, സൗഖ്യമായി. ഹല്ലേലൂയ. നീ ദൈവത്തിനും ദൈവരാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഓർത്ത് വേണം ചെയ്യുന്നിക്കാൻ. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്തതെല്ലാം ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവം ഓർത്ത് അതിന് നല്ലതും ചീത്ത എല്ലാം നിനക്ക് തരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ്. ഇത് കളിച്ച കളിയല്ല, ഇത് ദൈവരാജ്യമാണ്. ഇത് ചോദിക്കാനും പറയാനും ഉള്ള ഒരു രാജ്യത്തിനകത്തായതിന് നമ്മൾ വന്നിരിക്കുന്നത്. സകല കണക്കുകളും അതുപോലെ ചോദിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അരമത്യയിലെ യോസേഫ് തന്റെ കുടുംബ കല്ലറയെ കൊടുത്തപ്പോൾ നാട്ടുകാര് ചോദിച്ചൊരു കാര്യമുണ്ട്, യോസേഫേ നിനക്ക് ഭ്രാന്താണോ? നിന്നെ പിന്നെ അടക്കാൻ വേറൊരു സ്ഥലമില്ലല്ലോ, നീ ഇത്രയും വിലയേറിയത് ഈ കള്ളന്, കൊള്ളക്കാരന്, കൊലപാതകിക്ക് കൊടുക്കണോ? നോക്ക്, യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ട് ചെന്നപ്പോൾ ഈ യേശുക്രിസ്തു ഇങ്ങനെ ക്രൂശില് ശിക്ഷാവിധിക്കുന്ന മുമ്പ് നാട്ടുകാരെയൊക്കെ വിളിച്ച് പീലാത്തോസ് ചോദിച്ചു, ഇവന് എന്തെങ്കിലും കുറ്റമുണ്ട്, ഇവൻ എന്ത് ചെയ്യണമെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞപ്പോൾ നാട്ടുകാരുടെ ഇടയിലോട്ടൊക്കെ യേശു നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം കുഷ്ഠരോഗം സൗഖ്യമാക്കുമെന്നും പറയുക കല്ലെറിയാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് 5000 പേര് വന്നിരുന്ന് വൃത്തിയായിട്ട് നന്നായിട്ട് അപ്പം തിന്ന് വീട്ടിൽ 12 കൂട്ട കൊണ്ടുപോയവൻ പറയുക കൊല്ലാൻ.
കർത്താവിൻ്റെ ആ ഹൃദയവേദന ഒന്ന് നിങ്ങൾ ചിന്തിച്ച. ഈ ലോകത്ത് ഇത്രയും വേദനിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട, ചതിക്കപ്പെട്ട ഒരു വ്യക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പരക്കെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇരിക്കുന്നവനും നിൽക്കുന്നവനും കല്ലെറിയണമെന്ന് എൻ്റെ തലമുറയിൽ ഈ രക്തത്തിൻ്റെ ഇത് വരട്ടെ, അവനെ കൊല്ലുക എന്ന് ആർത്ത് വിളിച്ചവരെല്ലാം കർത്താവിൽ നിന്ന് അത്ഭുത വിടുതൽ പ്രാപിച്ചവരാ. ആരും ഒരു വ്യക്തി പോലും കർത്താവിൻ്റെ കൈവപ്പ് കിട്ടാത്തവനില്ല. എല്ലാവരും ഓടി നടന്ന് ക്യൂ നിന്ന് കൈവപ്പ് പ്രാപിച്ചവരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് പറയുക, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദനാജനകമായ സാഹചര്യം. ആ സാഹചര്യത്തിന്റെ നടുവിൽ യോസേഫിനോട് ചോദിക്കുക, ഈ കള്ളന് കൊടുക്കേണ്ട കാര്യമുണ്ടോന്ന്. കർത്താവിന്റെ ദാസൻ അരിമത്യയിലെ യോസേഫ് പറഞ്ഞു, ജീവിച്ചിരുന്നപ്പോഴേ പുള്ളി പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തന്നാൽ മൂന്നാമത്തെ ദിവസം ഞാൻ നിനക്ക് തിരിച്ചു തരുമെന്ന്. ഹല്ലേലൂയ. എനിക്ക് എന്തെങ്കിലും തന്നാൽ, നീ എനിക്ക് കല്ലറ തന്നാൽ മൂന്നാം ദിവസം ഞാൻ അത് ഒരു കേടുമില്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ, നീ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്താൽ അത് അതിന്റെ ഇരട്ടി മാന്യതയോടെ യോസേഫെ നീ മരിച്ചടക്കിയാൽ, യോസേഫിനെ മരിച്ച് ആ കല്ലറയിൽ അടക്കിയാൽ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. 2024 വർഷം ഇന്നും ലോകം മുഴുവനുള്ള ജനങ്ങൾ ആ കല്ലറ സന്ദർശിച്ചുകൊണ്ടിരിക്കുക. 3 ദിവസമേ കടന്നുള്ളൂ. കല്ലറയ്ക്കകത്ത് ഒതുക്കാൻ ആർക്കും പറ്റിയില്ല. ഇന്നും ലോകത്തെ ഏതെങ്കിലും ഒരു കല്ലറയുടെ മുമ്പിൽ സൈന്യം നിന്നെങ്കിൽ അത് കർത്താവിന്റെ കല്ലറയുടെ മുമ്പിലാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിച്ച കല്ലറ യേശുവിൻ്റെതാ. പക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന കല്ലറ യേശുവിൻ്റെതാ. കാരണം ആ കല്ലറ മാത്രമേ തുറന്നു കിടക്കുന്നുള്ളൂ. മറ്റുള്ള സകല കല്ലറകളും പ്രൈസ് ദി ലോർഡ് അടഞ്ഞു കിടക്കുമ്പോൾ ഒരുവന്റെ കല്ലറ മാത്രം തുറന്നു കിടക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതേസമയം ലാസറിന്റെ കല്ലറയോ അപമാനവും നിന്ദയും പരിഹാസവും. കർത്താവിനെ സേവിച്ചു, ആരാധിച്ചു, കർത്താവിന്റെ കർത്താവ് ആ വീട്ടിൽ ചെന്നപ്പോൾ കട്ടൻ ചായയും കൊടുത്ത് എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ സൽക്കരിച്ച വീട്ടിനകത്ത് ദുർമരണം നടന്നപ്പോൾ കളിയാക്കലുകളുടെ നടുവിലാണ് ആ കല്ലറ. പക്ഷെ അവിടെയും കർത്താവ് സന്ദർശിച്ചു. ഹല്ലേലൂയ. ഈ ലാസർ മരിച്ച് നേരെ ഇവിടെ പോയി, അബ്രഹാമിന്റെ മടിയിൽ പോയി. അബ്രഹാമിന്റെ മടിയിൽ ചെന്ന് ലാസർ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരുന്നപ്പോൾ അബ്രഹാം ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? ബെഥാനിയെന്നാ വരുന്നത്. ഈ സീസണിൽ നീ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മഹാനായ വ്യക്തി ആരാ? ഞാനൊരു വ്യക്തിയായിട്ട് നല്ല ബന്ധമായിരുന്നു, എൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരും. പുള്ളിയുടെ പേര് യേശു ക്രിസ്തു എന്ന. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാ. പെട്ടെന്ന് ആ പരദീസ മുഴുവനും അങ്ങ് ചലിച്ചു. അബ്രഹാമിന്റെ മടി അങ്ങോട്ട് ചലിച്ചു. അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധന്മാരായ പ്രവാചകന്മാരൊക്കെ ചാടി എഴുന്നേറ്റ് ഓടി ഈ പുള്ളിയിൽ അടുക്കുക. ലാസറേ, ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നവൻ മാറ്റും, നീ അടുത്തിരുന്നോ, തൊട്ടോ? എങ്ങനെയുണ്ട് പുള്ളി? കണ്ടാൽ എങ്ങനെയുണ്ട്? ഭയങ്കര സംഭവമാണോ? ആകെ ആകാംക്ഷ ഭരിതരായി ഇവർ ഇവിടെ ഇരിക്കുക. കാരണം ഇവർ കാണാൻ ആഗ്രഹിച്ച പുള്ളിയായിപ്പല്ല, ആ ആളുമായിട്ട് നല്ല ബന്ധമുള്ളവനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലാസർ പറഞ്ഞു, ഞാൻ കണ്ട ഒരു കാര്യം പറയാം. വലിയൊരു പുരുഷാരത്തിന്റെ നടുവിലൂടെ ഇങ്ങനെ കർത്താവ് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ ഓടി വന്ന് ആയിരക്കണക്കിന് ജനങ്ങളുടെ ഇടയിലൂടെ തള്ളിക്കേറി വന്ന് അവന്റെ തൊങ്ങലിൽ എന്ന് തൊട്ടപ്പോൾ 12 വർഷത്തെ രക്തസ്രാവം മാറിയ ഒരു ചരിത്രം എന്റെ വീട്ടിൽ വന്ന യേശുവിനുണ്ട്. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ ഉണ്ടല്ലോ സന്തോഷവും ഭയങ്കര ആഹ്ലാദം കൊണ്ട് അവിടെ നിറയുക. പറ വീണ്ടും പറ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ മലാഖി എന്ന് പറയുന്ന പ്രവാചകൻ ചാടി എഴുന്നേറ്റ് പറയുക, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി വെച്ച സംഭവമാണല്ലോ അത്. നീതി സൂര്യന്റെ ചിറകൻ കീഴിൽ രോഗവും ശാന്തിയോടുകൂടി നീതി സൂര്യൻ ഉദിക്കുമെന്ന ഒരു വചനം ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. ഈ നീതി സൂര്യനായ യേശു അവന്റെ ചിറകാകുന്ന തൊങ്ങലെ തൊട്ടപ്പോൾ അവൾ സൗഖ്യമായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു വിളി വരികയാ, ലാസറേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഞാൻ പോവുക. അവർ പറഞ്ഞു, നീ ഇവിടെ പോകുന്നു? എന്നെ വിളിച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ ഒറ്റ വിളി. അതുവരെ കഥ പറഞ്ഞുകൊണ്ടിരുന്നവർ പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ലാസറിഞ്ഞു പോന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകല് നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ഏത് അടക്കപ്പെട്ട കല്ലറയ്ക്കകത്താണ് നീ കിടക്കുന്നതെങ്കിലും, എത്ര വലിയ കല്ലുകൾ മനുഷ്യൻ കെട്ടി പിന്നെ ഒതുക്കി വെച്ചാലും, എത്ര വലിയ കെട്ട് നിന്നെ കെട്ടിവെച്ചാലും, ഇവന്റെ കെട്ടഴിപ്പിൻ, ഇവൻ പോകട്ടെ എന്ന് പറയുന്ന സീസൺ, ഇവന്റെ കെട്ടഴിപ്പിൻ, ഇവൻ പോകട്ടെ.
ഇവന്റെ കെട്ടടിപ്പിന് ഇവന് പോകട്ടെ. മനുഷ്യൻ കെട്ടിയ കെട്ടുകൾ ഇന്ന് പകൽ ദൈവാത്മാവ് അഴിക്കാൻ പോവുക. കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നു. ഇവന്റെ കെട്ടഴിപ്പ് ഇവൻ പോകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാൻ പോവുക, നിന്നെ മനുഷ്യനാണോ കെട്ടിയത്? പിശാചാണോ? മരണമാണോ? ഏത് നാറുന്ന അനുഭവമാണോ? ഇന്ന് കർത്താവിന്റെ കരങ്ങളിലാണ് നിന്റെ ജീവിതമെങ്കിൽ ഏത് ശവക്കുഴിക്കകത്ത് നിന്നും എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. എത്ര വലിയ ശവക്കുഴിക്കകത്ത്, എത്ര ദിവസമായെങ്കിലും, എത്ര നാറിയ അനുഭവമാണെങ്കിലും, എത്ര വലിയ പുഴുക്കൾ കയറിയ അനുഭവമാണെങ്കിലും, ഇനി ലോകം മുഴുവനും ഇവന്റെ പരിപാടി തീർന്നെന്ന് പറഞ്ഞാലും വാഗ്ദത്തമുള്ള നിനക്ക് മരണമില്ല. വാഗ്ദത്തമുള്ള നിനക്ക് മരണമില്ല. വാഗ്ദത്തമുള്ള നീ പുറത്തു വരാൻ പോകുന്നു. നിന്റെ വാഗ്ദത്തം മരിക്കത്തില്ല. കർത്താവിന്റെ കൂടെ ലാസ്റ്റ് പന്തിയിൽ ഇരിക്കുന്നത് നാട്ടുകാരെല്ലാം കണ്ടു. പിറ്റേ ദിവസം നോക്കിയപ്പോൾ മട്ടനും ബിരിയാണിയുമായിട്ടൊക്കെ യേശു കർത്താവിന്റെ കൂടെ പന്തിയിലിരുന്ന് കഴിക്കുന്ന കാഴ്ച നാട്ടുകാർ കണ്ടപ്പോൾ പറഞ്ഞു, കഴിക്കാൻ വായ പോലും ഇല്ലാതെ നാറിയ, അല്ല പഴുത്തു പോയ, തകർന്നു പോയ, അസ്ഥിവഞ്ചനമായ ഇവൻ കർത്താവിന്റെ കൂടെ ഇരുന്ന് പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ സ്ഥിതി അതുപോലെ ആകാൻ പോവുകയാണ്. നിന്നെ ചില പന്തികൾ ദൈവം ഇരുത്താൻ പോവുക. ചില ഉന്നതന്മാരോ കൂടെ ദൈവം നിന്നെ ഇരുത്താൻ പോകുന്നു. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുക.